അത് വലിയൊരു തൗഫീഖ് കൂടിയാണ്. എല്ലാവർക്കും പ്രസംഗിക്കാൻ കഴിയുക, എല്ലാവരും നന്നായിട്ട് സംസാരിക്കുക എന്നതൊക്കെ. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ സാഹചര്യത്തിൻ്റെ സമയത്തിൻ്റെ ദൗർലഭ്യം ഒക്കെ പരിഗണിച്ച് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആമുഖം ചുരുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചുരുക്കുന്നതിനെയാണ് നമ്മൾ തിരിച്ചറിവ് എന്ന് പറയാം. ഞാൻ പലപ്പോഴും പറയുന്നൊരു വിഷയമാണ്, നിക്കാഹിന്റെ സദസ്സുകളിൽ പോയി ഒരുപാട് നേരം ദുആ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷെ അദ്ദേഹത്തിന് വലിയ അറിവുള്ളത് കൊണ്ടായിരിക്കാം, പക്ഷെ അത് തിരിച്ചറിവാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. തിരിച്ചറിവുള്ള ഒരാൾ നിക്കാഹിന്റെ സദസ്സിൽ നീണ്ട ദുആ ചെയ്യൂല. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന മട്ടൻ ബിരിയാണി ആണോ അല്ല ചിക്കൻ ബിരിയാണി ആണോ എന്ന വിചാരിലും പ്രതീക്ഷയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ ലോകത്തുള്ള എല്ലാ ഔലിയാക്കന്മാർക്കും ഹദിയ ചെയ്ത്, എല്ലാ ഔലിയാക്കന്മാർക്കും മിസ്ല സവാബ് ഹദിയ ചെയ്ത് ദുആ ചെയ്യാൻ നിന്നാൽ ആളുകൾ ആമീൻ എന്ന് പറഞ്ഞ് മടുത്തു പോകും. അങ്ങനെ ആമീൻ പറയുന്നവർക്ക് മടുപ്പ് തോന്നിയാൽ അള്ളാഹുവിനും മടുപ്പ് വരുന്ന. അതുകൊണ്ടെല്ലാം സന്ദർഭവും സാഹചര്യവും നോക്കി പെരുമാറുക എന്നതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. പാണക്കാട് സയ്യിദന്മാർ ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ആദരണീയരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അവരൊക്കെ ദുആ ചെയ്യാറുണ്ട്, സദസ്സനുസരിച്ച് ദുആ ചെയ്യാം. ചില സ്ഥലത്ത് പോയാൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ രണ്ട് വീട്ടിലും ഞങ്ങൾക്ക് വിജയം തരണേ എന്നുള്ള ദുആ മാത്രം ചെയ്ത് ചുരുക്കും. ജാമിഅയുടെ സമ്മേളനങ്ങളിലൊക്കെ നീണ്ട ദുആ ചെയ്യും, പേപ്പറിലൊക്കെ ദുആ എഴുതി കൊണ്ടുവന്ന് നീണ്ട ദുആ ചെയ്യും. അവിടേക്ക് ആളുകൾ വരുന്നത് ആമീൻ പറയാനാണ്, ദുആയിൽ പങ്കെടുക്കാനാണ്. അപ്പൊ സന്ദർഭം നോക്കി നമ്മൾ ഇടപെടാന്നുള്ളതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല നമ്മൾ ഇടപെടേണ്ടത്. സാഹചര്യവും സന്ദർഭവും നോക്കി ഇടപെടാൻ നമ്മളെല്ലാവരും പഠിക്കണം. ഇവിടുന്ന് പള്ളി ഉദ്ഘാടനം കഴിഞ്ഞ് തങ്ങൾ നേരെ പോയത് ചെറുവത്തൂർ ഒരു മദ്രസയുടെ ഉദ്ഘാടനത്തിനാണ്. അത് കഴിഞ്ഞ് ഒരു ദർസിന്റെ ഉദ്ഘാടനം, അത് കഴിഞ്ഞ് 2-3 മരണ വീട്. ഞാൻ ആ മദ്രസയുടെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളോട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നീണ്ട സ്വാഗതമൊന്നും പറയരുത്, തങ്ങൾ ഓൾറെഡി തിരക്കാണ്, നീണ്ടുപോയാൽ ട്രെയിനിലേക്ക് എത്തുമ്പോൾ പല പരിപാടിയും സ്കിപ്പ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ അവർ ഇവനെ സ്വാഗതം പറയാനൊന്നും നിന്നില്ല. തങ്ങൾ വേദിയിലെത്തുമ്പോൾ ആദരണീയരായ തങ്ങൾ ക്ഷണിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു നിർത്തി. അതാണ് നമ്മൾ തിരിച്ചറിവെന്ന് പറയുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ സമയവും സന്ദർഭവും ഒക്കെ നോക്കി നമ്മൾ പരിഗണിക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് വളരെ മനോഹരമായ ഒരു പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞ് വളരെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെടിപ്പുള്ളതുകാരാണ് എന്ന് എനിക്ക് വിശ്വാസമില്ല. ചുറ്റുഭാഗങ്ങളിൽ നിന്നുള്ള പല ആളുകളും സഹോദരിമാരായി സഹോദരങ്ങളായിട്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു ആണിയെങ്കിലും സാമ്പത്തികമായി സഹായിച്ച ആളുകളുണ്ടാകും. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ കമിഫ്ഹസി ഖത്വാത്തിൻ, ഒരു മാടപ്രാവിനിരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ളൊരു പള്ളി നിങ്ങൾ നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അള്ളാഹുവിற்கு സ്വർഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം തയ്യാറാക്കി വെക്കുമെന്ന് ഹബീബുന വശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പള്ളി നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും ഒറ്റയ്ക്ക് ഒരു പള്ളി നിർമ്മിക്കാൻ കഴിയില്ല. അപ്പൊ ചില ആളുകൾ 10 ലക്ഷം നൽകും, ചില ആളുകൾ 5 ലക്ഷം നൽകും, ചില ആളുകൾ 1 ലക്ഷം നൽകും, ചില ആളുകൾ 10,000 നൽകും, വേറെ ചില ആളുകൾ 1000 നൽകും. അതും കഴിയാത്തവർ തടി കൊണ്ട് സഹായിക്കും. തേപ്പ് എൻ്റെ വക ആയിക്കോട്ടെ, ഞാൻ തേപ്പ് ചെയ്തോളാം, ഞാൻ പെയിന്റ് അടിച്ചോളാം, ടൈൽസ് എൻ്റെ വക, ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ അതെൻ്റെ വക, ഇങ്ങനെയൊക്കെ പറയും ചില ആളുകൾ. ഒരു ആണി, അതാ ഞാൻ പറഞ്ഞു, ഒരു ആണിയെങ്കിലും അള്ളാഹുവിന്റെ വജ്ഹും അള്ളാഹുവിന്റെ കൂലിയും പ്രതീക്ഷിച്ച് ഈ പള്ളിക്ക് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കമിഫ്ഹസി ഖത്വാത്തിൻ, ഒരു മാടപ്രാവിനിരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള പള്ളി എന്ന് പറഞ്ഞാൽ, ഒരു മാടപ്രാവിനിരിക്കാൻ എൻ്റെ ഈ കൈക്കുമ്പിൾ മതി. ഇതിൽ മാടപ്രാവിന് 2 എണ്ണത്തിനിരിക്കാൻ പറ്റും, ഒന്നല്ല. ഇത്തിരി പോകുന്നൊരു പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി കെട്ടുമ്പോൾ അന്നാരക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ എന്നെ കൊണ്ടാവുന്നത്
അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നമ്മൾ നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു വീട് സ്വർഗത്തിൽ റെഡിയാണ്. ഇനി മരിച്ചാൽ മതി. അതുകൊണ്ട് വീട് റെഡിയുണ്ടെന്ന് പറഞ്ഞ് വേഗം മരിക്കേണ്ട, സമയമാകുമ്പോൾ മരിച്ചാൽ മതി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് സ്വർഗത്തിലെത്തുന്നു. സ്വർഗത്തിലെത്തുമെന്നതിൽ യാതൊരു സംശയമില്ല. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സ്വർഗത്തിലെത്തും. പക്ഷേ ഒരുപാട് കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. തെറ്റു ചെയ്തവരാണെങ്കിൽ ഒരുപാട് കാലം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ അനുഭവിക്കാതെ മരിക്കുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഒരുപാട് കാലം രോഗികളായി കിടക്കുന്നവർ. ദുനിയാവിൽ ആരോഗ്യം നഷ്ടപ്പെട്ടവർ, എണീറ്റ് നടക്കാൻ കഴിയാത്തവർ, കൈകാലുകൾ തളർന്നുപോയവർ, ക്യാൻസറും പാർക്കിൻസണും അതുപോലെ വൃക്കയുടെ തകരാറും കൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ അസുഖങ്ങൾ കൊണ്ട് സ്ട്രോക്ക് വന്ന് അറ്റാക്ക് വന്ന് ഒരു ഭാഗം തളർന്നു പോകുന്ന ആളുകൾ, ഇങ്ങനെ പല രീതിയിൽ ആളുകൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇന്ന് ഞാനൊരു മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഷോൾഡറിൽ ചെറിയൊരു മുഴയുണ്ടായി. ആ മുഴ ഒന്ന് പ്രസ് ചെയ്യണമെന്ന് പറഞ്ഞു. ട്യൂമറാണെന്ന് പറഞ്ഞു. അത് പ്രസ് ചെയ്തപ്പോൾ സ്പൈനൽ കോഡിനെ ബാധിച്ചു. സ്പൈനൽ കോഡിനെ ബാധിച്ചപ്പോ കാൽ ഭാഗം തളർന്നുപോയി. ഒരു കാല് മുഴുവനും തളർന്നുപോയി. മൂത്രമൊഴിക്കുന്നത് പോലും അറിയാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. മൂത്രമൊഴിക്കണമെങ്കിൽ ട്യൂബ് ഇടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എണീറ്റ് നടക്കാൻ കഴിയില്ല. 3-4 വർഷങ്ങളായിട്ട് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ചെറുപ്പക്കാരനാണ്. ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെടാണ്. അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായി ഓടിച്ചാടി നടക്കേണ്ട സാഹചര്യത്തിൽ അതിന് പകരം അള്ളാഹു എന്താ തരാ? അള്ളാഹു പാരത്രിക ലോകത്ത് സ്വർഗം തരും. ക്യാൻസർ ബാധിച്ച് കീമോ ചെയ്യേണ്ടി വരുന്നവർ, ക്യാൻസർ എങ്ങനെ ട്രീറ്റ്മെന്റ് നൽകുക? ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. കീമോ, റേഡിയേഷൻ എന്നൊക്കെ പറയുന്നത് തീ കൊണ്ടുള്ള ക്യാൻസറിന്റെ കോശങ്ങളെ കരിച്ചു കളയലാണ്. ചിലപ്പോൾ മുടി കൊഴിഞ്ഞു പോകും, മാറിടങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരും. ഇങ്ങനെ തീ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ക്യാൻസർ രോഗികൾക്ക് അല്ലാഹു നാളെ നരകം നൽകൂല. 2 ലോകത്തും തീ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കൂല. ഇവിടെ തീ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ പാരത്രിക ലോകത്ത് തീ കൊണ്ടുള്ള ഒരു പരീക്ഷണം ഉണ്ടാവില്ല. അപ്പൊ ക്യാൻസർ രോഗികളായ ആളുകൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ, അള്ളാഹുവിന് വേണ്ടി സഹിക്കാൻ, ഇതെന്റെ റബ്ബെനിക്ക് തന്ന പരീക്ഷണമാണ് എന്നൊരു തിരിച്ചറിവോടുകൂടി അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നിങ്ങൾ പാരത്രിക ലോകത്തെ വലിയ ഭാഗ്യവാന്മാരായി മാറും. നരകം ഉണ്ടാവില്ല, ഖബറിൽ നരകത്തിന്റെ ശിക്ഷ ഉണ്ടാവില്ല, മഹ്ശറയിൽ അല്ലാഹു നിങ്ങൾക്ക് ചൂട് തരൂല. അതേപോലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. കിഡ്നി തകരാറിലായി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ആളുകളുണ്ട്. വൃക്ക തകരാറിലായി വെള്ളം കുടിക്കാൻ പറ്റാത്ത ആളുകൾ. വൃക്ക തകരാറിലായാൽ 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നിയമം. ഒരാളുടെ കിഡ്നി തകരാറിലായാൽ 2 ദിവസത്തിൽ 1 ലിറ്റർ വെള്ളമേ കുടിക്കാൻ പാടുള്ളൂ. അങ്ങനെ ശക്തമായി ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അസഹനീയമായ ദാഹം കൊണ്ട് വീട്ടുകാരറിയാതെ പണ്ട് കാലങ്ങളിൽ, ചെറുപ്പകാലങ്ങളിൽ നമ്മളൊക്കെ നോമ്പ് കട്ട് മുറിച്ചതുപോലെ കുളിക്കുന്ന സമയത്ത് വീട്ടുകാരറിയാതെ ഷവറിൽ നിന്ന് വെള്ളം കട്ടുകുടിക്കുന്ന രോഗികൾ വരെയുണ്ട്, അസഹനീയമായ ദാഹം കൊണ്ട്. പ്രിയപ്പെട്ടവരെ, അവർ ചായ കുടിച്ചാൽ ആ ചായ അവരുടെ 1 ലിറ്ററിൽ പെടുകയാണ്. അവർ ഭക്ഷണത്തിന്റെ കൂടെ ഉപയോഗിക്കുന്ന കറി, ലിക്വിഡായ ദ്രാവക രൂപത്തിലുള്ള എല്ലാം ഈ 1 ലിറ്ററിൽ പെടും. വെള്ളം, കറി, ഭക്ഷണത്തിന്റെ കൂടെയുള്ള കറി, അതും 1 ലിറ്ററിൽ പെടും. ഇനി ജ്യൂസ് കുടിച്ചാൽ അതും ഈ ലിറ്ററിൽ പെടും. കഞ്ഞിവെള്ളം കുടിച്ചാൽ അതും ഈ ലിറ്ററിൽ പെടും. വെറും വെള്ളം മാത്രമല്ല, ദ്രാവകം, ലിക്വിഡായിട്ടുള്ള ഒരു സാധനം 1 ലിറ്ററിൽ കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ 2 ദിവസത്തിൽ കുടിക്കാൻ പാടില്ല. കുടിച്ചാലോ വീണ്ടും വൃക്ക തകരാറിലാകും, വീണ്ടും പോകണം ഡയാലിസിസ് സെന്ററിലേക്ക്. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ഡയാലിസിസ് സെന്ററിൽ ചെയ്യുന്നത്. എന്താ ഡയാലിസിസ് ചെയ്യുന്നത്? നമ്മുടെ വൃക്കകൾ അല്ലാഹു നമ്മൾക്ക് തന്നത് നമ്മുടെ രക്തം പ്യൂരിഫൈ ചെയ്യാനാണ്, നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനാണ്. 2 വൃക്കകൾ അല്ലാഹു തരുന്നുണ്ട്. ഒന്ന് കേടായാൽ സ്റ്റെപ്പിനിൽ അല്ലാഹു ഒരു സബ്ബായി ഒരു വൃക്ക കൂടി തരുന്നുണ്ട്. പക്ഷെ ഒരാളുടെ വൃക്ക തകരാറിലായി എന്ന് മനസ്സിലാകുന്നത് 2ഉം തകരുമ്പോഴാണ്. സത്യത്തിൽ നമ്മൾക്ക് 1 മതി. 2ഉം തകർന്നു പോയാൽ നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനുള്ള ആ പ്രോസസ്
വൃക്ക, കിഡ്നി നിർത്തിവെക്കും. പിന്നെ അയാളുടെ ശരീരം വീർത്തു വരും, പിന്നെ മരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡയാലിസിസ് സെന്ററിൽ പോയിട്ട് അവിടെയുള്ള മെഷീൻ നമ്മുടെ രക്തം വലിച്ചെടുക്കും, ശരീരത്തിൽ നിന്ന് രക്തമെടുക്കും. എന്നിട്ട് മെഷീൻ അതിനെ ശുദ്ധീകരിക്കും. എന്നിട്ട് വേറൊരു പൈപ്പിലൂടെ തിരിച്ച് ശരീരത്തിലേക്ക് കയറ്റും. 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ രക്തം മെഷീൻ വലിച്ചെടുത്തു, അതിനെ ശുദ്ധീകരിച്ചു, എന്നിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടെ അത് കയറ്റും. ഇതാണ് ഡയാലിസിസ്. അപ്പൊ വെള്ളം കുടിച്ചാലോ വീണ്ടും തകരാറിലാകും. അപ്പൊ വെള്ളം കുടിക്കാൻ പറ്റൂല. ഇങ്ങനെ അള്ളാഹു നിങ്ങളെ ദാഹം കൊണ്ട് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പാരത്രിക ലോകത്ത് അള്ളാഹു നിങ്ങളെ മഹ്ശറാ ലോകത്ത് ദാഹം കൊണ്ട് പരീക്ഷിക്കൂല. ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാനുള്ള അവസരം അള്ളാഹു തരും. ഇവിടെയും ദാഹം അവിടെയും ദാഹം, അതുണ്ടാവൂല. ആരാ പറയുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ സമുദായത്തിന് 2 പേടിയും 2 പേടിയില്ലായ്മയും ഉണ്ടാവൂല, 2 ഭയമുണ്ടാവൂല, അതേപോലെ 2 നിർഭയത്വവും ഉണ്ടാവൂല. അത് 2 ഭയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് ഇവിടെയും അള്ളാഹുവിനെ പേടിക്കുക, നാളെ മഹ്ശറാ ലോകത്തും അള്ളാഹുവിനെ പേടിക്കുക. ഈ 2 ഭയം ഉണ്ടാവൂല. ഇവിടെ പേടിച്ചാൽ അവിടെ നിങ്ങൾ ഭയക്കേണ്ടി വരൂല. ഇവിടെ അള്ളാഹിനെ പേടിച്ച് ജീവിച്ചാൽ മഹ്ശറയിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കേണ്ടി വരൂല. ഇവിടെ പേടിയില്ലാതെ നിർഭയമായി ജീവിച്ചാൽ, എന്താ നിർഭയമായി ജീവിക്കാന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ അനുസരണകളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കാതെ തിന്മകൾ ഒരുപാട് ചെയ്ത്, തോന്നിവാസങ്ങളെല്ലാം ചെയ്ത്, നിസ്കാരമില്ല, നോമ്പില്ല, ഹറാമുകൾ ഒരുപാട് ചെയ്തു കൂട്ടുന്നുണ്ട്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്, തൗബ ചെയ്യുന്നില്ല, അടിച്ചുപൊളി മാത്രമാണ് ജീവിതം. ഇങ്ങനെയാണൊരു മനുഷ്യന്റെ അള്ളാഹുവിനെ പേടിയില്ലാത്ത ജീവിതമാണെങ്കിൽ അല്ലാഹു തആല അവിടെ നിങ്ങൾക്ക് പേടിയില്ലാത്ത ജീവിതം തരൂല, അവിടെ പേടിക്കേണ്ടി വരും. അപ്പൊ എവിടെ പേടിക്കണം, എവിടെ അടിച്ചു പൊളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഇവിടെ അടിച്ചു പൊളിക്കണോ അതല്ല ആഖിറത്തിൽ അടിച്ചു പൊളിക്കണോ? ഇവിടെ ഭയക്കണോ അതല്ല നാളെ മഹ്ശറയിൽ ഭയക്കണോ? ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് മരത്തിന്റെ ചില്ലയിൽ പക്ഷിയിരുന്ന് പാട്ട് പാടുന്ന ഒരു ദൈർഘ്യം മാത്രമാണ്. जिंदगी इंसान की मानिंद मुर्गे खुशनवा शाख पर बैठा कोई दम चहचहाया उठ गया. വളരെ വിദൂരതയിൽ നിന്ന് ഏതെങ്കിലും ഒരു പക്ഷി ഇങ്ങനെ പാറി വന്നിട്ട് മരത്തിന്റെ ചില്ലയിലിരുന്നിട്ട് അതൊരൽപ്പസമയം കളകളാരവം മുഴക്കി എന്തൊക്കെയോ ചിലച്ച് പാട്ടുപാടി എണീറ്റു പോകുന്നുണ്ട്. ആ പക്ഷി മരച്ചില്ലയിലിരുന്ന സമയം മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സമയമെന്ന് എത്ര മനോഹരമായിട്ടാണ് കവി പാടി തന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പൊ നമ്മൾ ഇവിടെ അടിച്ചു പൊളിക്കണോ അതല്ല ആഖിറത്തിൽ അടിച്ചു പൊളിക്കണോ എന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാകുമ്പോൾ തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യരെന്ന് പറയുന്നത്. നമ്മളാരും മലക്കുകളല്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ, മനുഷ്യന്മാരെല്ലാം തെറ്റുകാരാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരൊക്കെ തെറ്റുകാരാണ്. എന്നാൽ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, തെറ്റുകാരിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റു വരുമ്പോൾ തൗബ ചെയ്യണം. എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ടാകും. സാധുമാരായാലും നേതാക്കന്മാരായാലും കമ്മിറ്റിക്കാരായാലും നാടന്മാരായാലും ആണായാലും പെണ്ണായാലും തെറ്റുകൾ വരുന്നത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണത്. പക്ഷേ തെറ്റുകൾ വരുമ്പോൾ 2 കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന തിന്മകളെ നമ്മൾ പരസ്യമാക്കാൻ പാടില്ല. അതേപോലെ മറ്റുള്ളവരുടെ തിന്മയെയും നമ്മൾ പരസ്യമാക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന തിന്മകളെ നമ്മൾ പരസ്യമാക്കിയാൽ കുല്ലു ഉമ്മതി മുആഫാ, എന്റെ സമുദായത്തിലെ എല്ലാ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുക്കുമ്പോ ഒരു വിഭാഗം ആളുകൾക്ക് ഞാൻ മാപ്പ് നൽകൂല എന്ന് അല്ലാഹു തആല ഹബീബായ നബി തങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് ആ വിഭാഗം എന്നറിയോ? ഇല്ലൽ മുജാഹിരീൻ, തിന്മകളെ പരസ്യമാക്കുന്ന ആളുകൾ. അത് നമ്മുടെ സ്വന്തം തെറ്റായാലും ശരി, മറ്റുള്ളവരുടെ തെറ്റായാലും ശരി, ഒരു തിന്മ പോലും പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. തിന്മകളൊക്കെ രഹസ്യമാവട്ടെ.
രഹസ്യമായി തെറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ പരസ്യമാവരുത് എന്നാ പറയുന്നത്. നമ്മളെല്ലാവരും രഹസ്യമായി പോയി തെറ്റു ചെയ്യണമെന്നുള്ള ആഹ്വാനമല്ല ഇത്. തെറ്റുകൾ വന്നാൽ അതിനെ രഹസ്യമാക്കി വെക്കണമെന്നുള്ള കൽപ്പനയാണത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ജഹ്റ ബിസ്സൂഅ്. തിന്മയെ പരസ്യമാക്കുന്നത് അല്ലാഹുവിന് തീരെ ഇഷ്ടമല്ല. നന്മ പോലും പരസ്യമാക്കുന്നത് ഇഷ്ടപ്പെടാത്തവനാണ് റബ്ബ്. നന്മ പോലും പരസ്യമാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. സദഖത്തുസ്സിദ്ദി തുത്ഫിഉ ഗളബർ റബ്ബി. നിങ്ങൾ രഹസ്യമായി സ്വതക്ക ചെയ്താൽ അല്ലാഹു തആല നിങ്ങളോട് വല്ല കോപവും ഉണ്ടെങ്കിൽ ആ കോപത്തെ രഹസ്യമായ സ്വതക്ക മായ്ച്ചു കളയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വദഖത്തുസ്സിദ്ദി. എന്താ സ്വദഖത്തുസ്സിദ്ദി എന്ന് പറയുന്നത്? രഹസ്യമായ സ്വതക്ക. ബക്കറ്റ് വരും നിങ്ങളുടെ മുമ്പിൽ, ഉണ്ടോന്ന് അറിയില്ല. ഉണ്ടോ? ബക്കറ്റ് വരും നിങ്ങളുടെ മുമ്പിൽ. അങ്ങനെ ബക്കറ്റ് വരുമ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് 10 രൂപ ചുറ്റിയിട. അതാരും കാണാത്തൊരു സ്വതക്ക. എന്നാൽ ഈ സ്റ്റേജിൽ നിന്ന് ആരാ പള്ളിക്ക് 1 ലക്ഷം തരാന്ന് വെച്ചാൽ എല്ലാവരും കൈ പുസ്തകത്തെ ഞാൻ തരാം. എല്ലാവരും കാണുന്നിടത്ത് നന്നായിട്ട് നമ്മൾ കൊടുക്കും. ആരും കാണാത്തടത്ത് നമ്മൾ 10 രൂപ കൊടുക്കും. അവിടെ തന്നെ നീയത്തിൽ വേരിയേഷൻ വരാൻ. നമ്മുടെ നീയത്തിൽ വ്യത്യാസം വന്നു. അവിടെ നിങ്ങൾ സത്യസന്ധമായിട്ട് ഞാനും നിങ്ങൾ ചിന്തിക്കുക. സത്യസന്ധമായിട്ട് നമ്മളെ കുറിച്ച് ഇപ്പൊ ഈ ഒരു സദസ്സിൽ പള്ളിക്കൊരു 1-2 ലക്ഷം രൂപ കടമുണ്ട് എന്ന് നമ്മൾ സങ്കല്പിക്കുക. നമ്മുടെ പള്ളിക്കൊരു 2 ലക്ഷം രൂപ കടമുണ്ട്. സംഘാടകർ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി വോളണ്ടിയർമാർ വരും. അപ്പോ ആ 2 ലക്ഷം രൂപ ബക്കറ്റിലൂടെ നമ്മൾക്ക് കളക്ട് ചെയ്യണം. നിങ്ങൾ കഴിയുന്നത് എല്ലാവരും ആ ബക്കറ്റിലിടണം എന്ന് പറഞ്ഞ് ബക്കറ്റ് ഇങ്ങനെ പൊടിപ്പള്ളം മുഴുവനും നടന്ന് തിരിച്ചു വന്നാലും ഒരു 25-50 മുകളിലേക്ക് ആ ബക്കറ്റ് നിറയൂല. നേരെ മറിച്ച് ആരാ ഏറ്റെടുക്കുക? ഒരു 10,000 ഏറ്റെടുത്തോളാം. ചാടി എണീക്കും നമ്മൾ. 10 ആൾ ഏറ്റെടുത്ത 1 ലക്ഷമായി. പിന്നെ 10 ആൾ 5 ഏറ്റെടുത്തും 50,000. പിന്നെ ഒരു 15 തീർന്നു. നേരെ മറിച്ച് ഈ 10,000 ചാടി എണീറ്റ് ഏറ്റെടുക്കാമെന്ന് പറയുന്നവർ ആ ബക്കറ്റിൽ ഇട്ടാൽ മതിയായിരുന്നു, ഇടൂല. അവിടെയാണ് നീയത്തിന്റെ വേരിയേഷൻ വരുന്നത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ്. അല്ലാഹു നോക്കുന്നത് നീയത്തിലേക്കാണ്. നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് അത് അല്ലാഹുവിന് വിഷയമേ അല്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ബോഡിയല്ല അല്ലാഹു നോക്കുന്നത്, ശരീരമല്ല അല്ലാഹു നോക്കുന്നത്. നിങ്ങൾ ഫിറ്റാണോ അല്ലേ അത് നിങ്ങൾക്ക്, അല്ലാഹുവിന് വിഷയമല്ല. നിങ്ങളുടെ വസ്ത്രത്തിലേക്ക്, വേഷഭൂഷാദികളിലേക്ക് അല്ലാഹു നോക്കുന്നില്ല. അല്ലാഹു നോക്കുന്നത് നമ്മുടെ ഖൽബിലേക്കാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ 2 സാഹചര്യം ഉണ്ടായാൽ എത്രയാണ് നമ്മൾ ബക്കറ്റിലിടുക, എത്രയാണ് നമ്മൾ പരസ്യമായി കൊടുക്കുക? അങ്ങനെ രഹസ്യമായി ഒരാൾക്ക് ഒരു 10,000 രൂപ ബക്കറ്റിലിടാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്നൊരു മഹല്ലുണ്ട്, ചെറുവത്തൂരിലെ മടക്കര എന്ന് പറയുന്നൊരു സ്ഥലം. അവിടെ മദ്രസയുടെ നിർമ്മാണം നടക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ചെറിയൊരു കുട്ടി, ഒരു 10 വയസ്സൊക്കെ പ്രായമുള്ളൊരു കുട്ടി ഒരു കവർ കൊണ്ടുവന്നു. എൻ്റെ കയ്യിൽ ഒരു കവർ കൊണ്ടുവന്നു. മദ്രസയുടെ നിർമ്മാണത്തിനാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോ അതിലൊരുപാട് ആഭരണങ്ങളുണ്ട്. കമ്മിറ്റിക്കാരെ ഞാൻ ഏൽപ്പിച്ചു. ഞാൻ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചില്ലെങ്കിൽ ആരും അറിയൊന്നുമില്ല, അടിച്ചു മാറ്റിയാൽ മതിയായിരുന്നു. ആരും അറിയൊന്നുമില്ല. കമ്മിറ്റിക്കാരെ ഞാൻ ഏൽപ്പിച്ചു. എത്രയുണ്ട് നോക്കാൻ പറഞ്ഞു. 16 പവൻ. ആരാ തന്നത് എന്ന് ഇന്ന് എനിക്കും അറിയില്ല, കമ്മിറ്റിക്കാർക്കും അറിയില്ല. അതാണ് സ്വതക്ക. ആരാ തന്നത്? മദ്രസയുടെ ഉദ്ഘാടനം കഴിഞ്ഞു. 1.5 കോടി 2 കോടിയോളം ചെലവഴിച്ച വലിയൊരു മദ്രസ. ഇന്ന് വരെ നാട്ടുകാർക്കും അറിയില്ല, കമ്മിറ്റിക്കാർക്കും അറിയില്ല, അത് വാങ്ങി എനിക്കും അറിയില്ല ആരാ ഈ 16 പവൻ കൊടുത്തത്. ഇതാണ് സ്വദഖത്തുസ്സിദ്ദി എന്ന് പറയുന്നത്. രഹസ്യമായ സ്വതക്ക എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ അടിച്ചു മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ആരും അറിയാത്തോണ്ട. എന്റെ തന്നത് കമ്മിറ്റിക്കാരടുത്ത് പ്രൂഫില്ല, ചെറിയൊരു കുട്ടി കൊണ്ടുവന്നതാണ്. കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാനൊന്നുമില്ല. അത്ര രഹസ്യമായി സ്വതക്ക കൊടുക്കുന്ന ആളുകളുണ്ട്.
അങ്ങനെ രഹസ്യമായി സദഖ കൊടുക്കുമ്പോൾ തുത്ഫിഉ ഗളബർ റബ്ബി. നമ്മൾ എല്ലാവരും തെറ്റുകാരാണ്, ഞാനടക്കം എല്ലാവരും തെറ്റുകാരാണ്. പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്ന് വരെ നമ്മളിൽ പല തെറ്റും വന്നിട്ടുണ്ടാവും. ഈ തെറ്റുകൾ കാരണം അള്ളാഹുവിന് നമ്മളോട് കോപമുണ്ടാകും, ദേഷ്യം ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ തൗബൊന്നും ചെയ്ത് മടങ്ങിയില്ലെങ്കിൽ ഇതുപോലെ രഹസ്യമായ സ്വതക്കകൾ കാരണം അള്ളാഹു ആ കോപത്തെ മായ്ച്ചു കളയും. പിന്നെ പഠിച്ചോന് കോപമല്ല, പിന്നെ ഇഷ്ടമാണ് ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മ പോലും പരസ്യമാക്കരുത് എന്ന് പഠിപ്പിച്ച മതമാണിത്. പിന്നെയല്ലേ നമ്മൾ തിന്മയെ പരസ്യമാക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീഡിയോകൾ, നിങ്ങളുടെ ഫോട്ടോകൾ പബ്ലിക് ഡൊമൈനുകളിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ ചോദിക്കും, ആണുങ്ങൾക്ക് പാടുണ്ടോ? എന്താ പരിശുദ്ധമായ ദീനിന്റെ തീരുമാനം? ആണിന്റെ ഔറത്ത് എന്താണ്? പെണ്ണിന്റെ ഔറത്ത് എന്താണ്? ഇത് മതപുരോഹിതന്മാരുണ്ടാക്കിയ നിയമമല്ല. ഇതൊരു ആൺമേൽക്കോയ്മ എന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ വരരുത്. പാട്രിയാർക്കലാണെന്ന് പറയണ്ട. ഒരു പുരുഷന്റെ വേഷവിധാനം, ഒരു പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കിളിന്റെ ഇടയിൽ മറച്ചാൽ മതി. മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ മറച്ചു നടന്നാൽ ഒരു പുരുഷന്റെ ഔറത്തായി. എവിടെയും ഇതേ ഔറത്താണ്. എന്നാൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്ന് പറയുന്നത് അഭിപ്രായ വ്യത്യാസവും ചർച്ചയുമുള്ളത് മുൻകൈയിലും മുഖത്തിലും മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ഔറത്താണ്. മുൻകൈയും മുഖവുമല്ലാത്ത എല്ലാം ഔറത്താണ്. ഞാനത് ഒഴിവാക്കിയത്, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലതുണ്ട്. വേണോ വേണ്ടേ, കാണാൻ പറ്റുമോ പറ്റൂലേ, അതിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള പെണ്ണിന്റെ എല്ലാ ശരീരത്തിന്റെ ഭാഗങ്ങളും ഔറത്താണ് എന്ന് പഠിപ്പിച്ച മതമാണിത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നേരെ വിപരീതമാണ്. നേരെ വിപരീതം, ഓപ്പോസിറ്റാണ്. പുരുഷന്മാരായ ആളുകളെല്ലാവരും നോക്കി, വ്യാധന്റെ സദസ്സല്ല, പുരുഷന്മാരായ ആളുകളെ എല്ലാവരും ഒന്ന് നോക്ക്. ആകെ പുരുഷന്മാരായ ആളുകളുടെ വെളിവാകുന്നത് മുൻകൈയും മുഖവും മാത്രമാണ്. അവര് പാന്റ് ധരിക്കും, ഷൂ ധരിക്കും, ഇൻസൈഡ് ചെയ്യും, നല്ല ഫുൾ സ്ലീവ് ഷർട്ട് ധരിക്കും, എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസും കൂടി ധരിച്ചാൽ ആകെ അയാളിൽ കാണുന്നത് അയാളുടെ മുൻകൈയും നെറ്റിത്തടവും കവിൾത്തടങ്ങളും മാത്രമാണ്. വേറൊന്നും കാണാനില്ല. സത്യത്തിൽ അയാൾ മുട്ടുമുതലേ പൊക്കിൾ വരെ മറച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഒരു പെണ്ണിന്റെ ഫാഷൻ എന്ന് പറയുന്നത്, ഒരു പെണ്ണ് പുറത്തിറങ്ങുന്നത് സ്കേർട്ട് ധരിച്ചുകൊണ്ടാണ്. പെണ്ണിന്റെ പരസ്യങ്ങൾ, ഒരുപാട് ഹോർഡിങ്ങുകൾ കാണാൻ പറ്റും നമ്മൾക്ക്. റോഡ് സൈഡിലൊക്കെ പോയാൽ വസ്ത്രങ്ങളുടെ, ടെക്സ്റ്റൈലുകളുടെ, ജ്വല്ലറിയുടെ ഇത്തരം പരസ്യങ്ങളിൽ ഒരു പെണ്ണ് അഭിനയിക്കുമ്പോൾ എത്രമാത്രം തുറക്കാൻ പറ്റുമോ അത്രമാത്രം വെളിവാക്കിയിട്ടാണ് ഒരു പെണ്ണിന്റെ പരസ്യം ഉണ്ടാവുന്നത്. അതിന്റെ പിന്നിലും ചില കാരണങ്ങളുണ്ട്. ഒരു സഹോദരി ശരീരം മുഴുവനും മറച്ചു നടന്നാൽ ലോകത്തെ മുതലാളിമാർക്ക്, കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ലാഭമാണ് നഷ്ടമാകുന്നത്. ഒരു പെണ്ണ് പ്രാക്ടിക്കൽ മുസ്ലിമായി മാറിയാൽ, ഒരു പെണ്ണ് പ്രാക്ടിക്കൽ മുസ്ലിമായി മാറിയാൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മുസ്ലിമായി മാറിയാൽ, ഇന്നത്തെ കുത്തക മുതലാളിമാരുടെ നഷ്ടം കോടിക്കണക്കിന് രൂപയാണ്. ഓരോ ദിവസവും ഒരു പെണ്ണിൽ നിന്ന് മിനിമം 5000 രൂപയെങ്കിലും നഷ്ടമുണ്ടാകും. അതുകൊണ്ട് ഇസ്ലാം ഈസ് ഈക്വൽ ടു ടെററിസം എന്ന ഒരു ക്ലീഷേ അവരുണ്ടാക്കി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ടെററിസമാണ്. സെപ്റ്റംബർ 11 അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ 3 വിമാനങ്ങൾ പോയി തകർത്ത് അതിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു കയറ്റുമ്പോ അതിന്റെ പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. ഇസ്ലാം ടെററിസ്റ്റാണ്, മുസ്ലിമീങ്ങൾ ടെററിസ്റ്റാണ് എന്നും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ടെററിസമാണെന്നും ലോകത്ത് പറഞ്ഞു പറ്റിക്കാനുള്ള ആസൂത്രിതമായ നീക്കമായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകത്തെവിടെയെങ്കിലും ഒരു സൂചി വീണാൽ അതുപോലും ഞങ്ങൾക്ക് പെറുക്കിയെടുക്കാൻ പറ്റുമെന്ന് പ്രൗഢമായി പറയാറുള്ള, അതുപോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറയാറുള്ള അമേരിക്കയുടെ സംവിധാനങ്ങള്, സാറ്റലൈറ്റിൽ പോലും അമേരിക്കയുടെ സംവിധാനങ്ങളുണ്ട്, ലോകത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംവിധാനങ്ങളുള്ള അമേരിക്കയ്ക്ക് 3-4 മണിക്കൂർ നേരം അമേരിക്കയുടെ റൺവേയിൽ നിന്ന്, അല്ലെങ്കിൽ അമേരിക്കയുടെ ആകാശ സ്പൈസിൽ നിന്ന്, ആകാശ റൂട്ടിൽ നിന്ന് ഫ്ലൈറ്റുകൾ തെന്നിമാറി അവരുടെ പൈലറ്റിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് അവരുടെ ട്രേഡ് സെന്ററിൽ കൊണ്ടുപോയി ഇടിച്ചത് 3-4 മണിക്കൂറായിട്ടും അവർക്ക് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആർക്കാ വിശ്വസിക്കാൻ കഴിയുക?
പരിശുദ്ധ ദീൻ, പരിശുദ്ധ ഇസ്ലാം അമേരിക്കയിലടക്കം യൂറോപ്പിലടക്കം വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഈ ഒരു വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിലൂടെ ഇസ്ലാം ടെററിസമാണ്, നിങ്ങൾക്ക് അങ്ങോട്ട് അട്രാക്ഷൻ തോന്നരുത് എന്ന് തോന്നിപ്പിക്കാനാണ് ആസൂത്രിതമായ ഈ ഒരു വേൾഡ് ട്രേഡ് സെന്റർ നാടകമുണ്ടായത്. തമാശയല്ല. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ട് പൈലറ്റിനെ അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോയി കുത്തിയതൊന്നുമല്ല. ഇതൊക്കെ നേരത്തെയുള്ള ആസൂത്രിതമായി നിൽക്കുക. ഈ ഒരു ട്രേഡ് സെന്ററിലൂടെ അവർക്ക് ഇവൻ ഇഷ്ടപ്പെടാനൊന്നുമില്ല. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് തടയണം. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുന്നത് തടയണം. മൈ നെയിം ഈസ് ഖാൻ, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്. ഷാറൂഖ് ഖാന്റെ ഒരു ഫിലിമാണ്, ഷാറൂഖ് ഖാന്റെ ഒരു സിനിമയാണ്. എപ്പോഴാണ് ഇത് ഇറക്കിയത്? അമേരിക്കയുടെ എയർപോർട്ടിൽ ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ ഷാറൂഖ് ഖാനെ തടഞ്ഞു. ശരീരം മൊത്തം വിവസ്ത്രനാക്കി പരിശോധിച്ചു. എന്താ കാരണം? ശരീരം മൊത്തം വിവസ്ത്രനാക്കി. എന്നിട്ട് പരിശോധിച്ചു, പേര് ഖാൻ, ഷാറൂഖ് ഖാൻ എന്ന പേരുണ്ട്. ഒരു മുസ്ലിം പേരുള്ള ഒരു നടനായതുകൊണ്ട് അമേരിക്കയുടെ എയർപോർട്ടിൽ ഷാറൂഖ് ഖാൻ അനുഭവിച്ച പ്രയാസം. അദ്ദേഹം വന്നിട്ട് അടുത്തൊരു സിനിമ ഇറങ്ങിയത്, ഐ ആം എ മുസ്ലിം, ഐ ആം നോട്ട് എ ടെററിസ്റ്റ്, മൈ നെയിം ഈസ് ഖാൻ. എന്റെ പേര് ഖാൻ എന്നാണ്, പക്ഷെ ഞാൻ എന്തല്ല, ടെററിസ്റ്റ് അല്ല. കൃത്യമായ ആസൂത്രണാണിത്. അപ്പൊ ഇസ്ലാം ടെററിസാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ ലിബറലിസ്റ്റുകള്, യുക്തിവാദികള്, അത്തീസ്റ്റുകള്, ഫ്രീ തിങ്കേഴ്സ്, ഇവരൊക്കെ എന്തുകൊണ്ട് മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്? ക്രൈസ്തവരുണ്ട്, ബുദ്ധരുണ്ട്, ജൈനരുണ്ട്, ജൂതരുണ്ട്, മറ്റു പല മതക്കാരുണ്ട്, ഹൈന്ദവരുണ്ട്. എന്റെ മുസ്ലിമീങ്ങളെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നു? ഇപ്പൊ രവിചന്ദ്രൻ അടക്കമുള്ള ആളുകള് അവരുടെ പ്രഭാഷണങ്ങൾ നിരന്തരമായി വേട്ടയാടാറുള്ളത്, വെല്ലുവിളിക്കാറുള്ളത് ഇസ്ലാമിനെയാണ്, പരിശുദ്ധ ദീനിനെയാണ്. എന്താ കാരണം? അവരുടെ ആശയങ്ങളുടെ കൂടെ ഈ മതം നിൽക്കുന്നില്ല എന്നതാണ് കാരണം. ഇപ്പൊ ക്രൈസ്തവ സഭയൊക്കെ ലെസ്ബിയൻ, ഗേ വിവാഹങ്ങൾക്ക് അവരുടെ പുരോഹിതന്മാര് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള പ്രസ്താവന ഇറക്കി. ആണും ആണും തമ്മിലുള്ള കല്യാണത്തിൽ നിന്ന് പുരോഹിതരെ വിട്ടുനിൽക്കാൻ പാടില്ല, നിങ്ങൾ ആശംസ നൽകണം, നിങ്ങൾ അതിനുള്ള സംവിധാനം ഒരുക്കണമെന്ന് ക്രൈസ്തവ സഭയുടെ തീരുമാനമാണ്. പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ അതിന് നിങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കണം, നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കരുത്. എന്നാല് ഏതെങ്കിലും ഒരു പള്ളിയുടെ ഉസ്താദുമാര് അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിത സഭ ആണിന്റെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു കൂടെ നിൽക്കോ? പെണ്ണിന്റെയും ലെസ്ബിയൻ വിവാഹങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ മുസ്ലിം ലോകത്തെ ഏതെങ്കിലും ഒരു പണ്ഡിത സഭ തയ്യാറാവോ? ഇല്ല. അതുകൊണ്ട് ഇസ്ലാം അവരുടെ തോന്നിവാസങ്ങളുടെ കൂടെ നിൽക്കാൻ റെഡിയല്ല. അപ്പൊ ഇസ്ലാമിനെ തകർക്കണം, ഇസ്ലാമിനെ നശിപ്പിക്കണം, ഇസ്ലാമിന്റെ പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഈ സമൂഹത്തെ തിരിച്ചു വലിക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറഞ്ഞത്. നമ്മുടെ പെൺകുട്ടികളൊക്കെ പുറത്തിറങ്ങുമ്പോ ലിപ്സ്റ്റിക് ഇടാതെ പെൺകുട്ടികൾ പുറത്തിറങ്ങാറില്ല, ഫൗണ്ടേഷൻ ഉപയോഗിക്കാതെ പുറത്തിറങ്ങാറില്ല, മോയ്സ്ചറൈസർ ഉപയോഗിക്കാതെ, കണ്ണിന്റെ മുകളിൽ ഒരു സ്ട്രോബെറി കളർ ഇവിടെ ഇങ്ങനെ ചുറ്റുഭാഗത്ത്, ഐലൈനർ മയിൽപീലി പോലെ ഇങ്ങനെ ഐലൈനർ, ഐലിഡ്, അതുപോലെ കവിൾത്തടങ്ങളിൽ ഒരു ചുവന്ന ഒരു കളറ്, കയ്യിലെപ്പോഴും ഒരു ബാഗ് ഉണ്ടാകും. നമ്മുടെ പെൺകുട്ടികളുടെ കയ്യിലെപ്പോഴും ഒരു ബാഗ് ഉണ്ടാകും. ആ ബാഗ് പരിശോധിച്ചാൽ നമ്മൾക്കതിൽ കാണാൻ കഴിയുക ഒരു കണ്ണട, ഒരു ബ്രഷ്, കുറച്ച് പുട്ടി മീൻസ് നമ്മുടെ ഫൗണ്ടേഷൻ പോലെ ഒരു ബോക്സ്, അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് ആ ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ബ്രഷ് പെയിന്റ് ചെയ്യണം. എത്രയൊക്കെ ചെലവെന്ന് വിചാരിച്ചു നിങ്ങള്? നിനക്ക് എത്ര ചെലവ്? മിനിമം ഒരു 5000 രൂപ ചെലവുണ്ട് മാസത്തിൽ. ഒരു ഫൗണ്ടേഷന്റെ ഒക്കെ റേറ്റ് 800 ആണ്, 800, 1000. ലിപ്സ്റ്റിക്, നല്ല ക്വാളിറ്റി ഉള്ള ലിപ്സ്റ്റിക്കിന്റെ റേറ്റ് എത്രയാണ്? 1000, 500 ഒക്കെ ഉണ്ട്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, വെയിലത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ ധരിക്കാതെ ഇറങ്ങാറില്ല. അങ്ങനെയാണ് ഇപ്പൊ സയൻസ് പറയുന്നത്. വെയിലിന്റെ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ മുഖത്തേക്ക് അടിച്ചാല് മുഖന്തെയും ടാൻ അടിക്കും. അപ്പോ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. അതിന്റെ റേറ്റ് എത്രയാണ്? ക്വാളിറ്റിയുള്ള സൺസ്ക്രീനിന് മിനിമം 1000 രൂപയൊക്കെ വിലയാണ്. അതൊക്കെ ഒരു മാസത്തുള്ളൂ. നോക്കൂ നിങ്ങള്, സൺസ്ക്രീന് വേണം, ഫൗണ്ടേഷന് വേണം, പൗഡർ വേണം, ലിപ്സ്റ്റിക് വേണം, പിന്നെ മറ്റു കുറെ നമ്മുടെ ഐലൈനർ വേണം. ഇതൊക്കെ ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടി, ഇത് നമ്മുടെ കുട്ടികളാണ് കേട്ടോ. ഈ നമ്മുടെ പർദ്ദയും അതുപോലെ ചുരിദാറൊക്കെ ഇട്ടിറങ്ങുന്ന പെൺകുട്ടികൾക്കുള്ള ചെലവാ. ഇനി സ്കേർട്ട് ഇട്ട് നടക്കുന്ന പെൺകുട്ടികളാണെങ്കിലോ കാലിന്റെ താഴെ മൊത്തം പെയിന്റ് അടിക്കണം, തുടയുടെ താഴോട്ട് പെയിന്റ് അടിക്കണം. അപ്പൊ പിന്നെ എക്സ്പെൻസ് കൂടും.
നമ്മുടെ കുട്ടികൾ ഇപ്പം ബിഗ് മാക്സ് വരും, ഞെരിയാണിക്ക് കുറച്ച് മുകളിലാണ് വെന്റിട. പണ്ടൊക്കെ ഞെരിയാണി അടക്കം മറിച്ച് നടന്നിരുന്ന പെൺകുട്ടികളൊക്കെ ഞെരിയാണിക്ക് മുകളിൽ കാരി മുകളിലേക്ക് എത്തി. ഇതൊക്കെ പറയുമ്പോ കുട്ടികൾ വിചാരിക്കും ഇയാളേതോ 6-ാം നൂറ്റാണ്ടുകാരനാണ്. ഞാൻ 6-ാം നൂറ്റാണ്ടൊന്നുമല്ല, ഞാൻ കുറച്ച് 23-ാം നൂറ്റാണ്ട്, കുറച്ചും കൂടി നേരത്തെ പോകുന്ന ആളാണ്. ബാക്കോട്ട് പോകാൻ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ 6-ാം നൂറ്റാണ്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഫാഷനൊക്കെ അഡപ്റ്റ് ചെയ്യണം, അതൊന്നും വിഷയമൊന്നുമല്ല. പക്ഷെ അനിസ്ലാമികമായ ഒരു ഫാഷൻ വരുമ്പോൾ നമ്മൾ നോ പറയണം. അത്രേ എനിക്ക് പറയാനുള്ള വിഷയത്തിൽ. മുടി സ്ട്രൈറ്റിങ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് സ്ട്രൈറ്റിങ് ചെയ്ത് നടക്കുന്ന പെൺകുട്ടികൾ. അതിനെത്ര പൈസ? പെൺകുട്ടികളുടെ മുടിയുടെ വലുപ്പത്തിനനുസരിച്ചാണ് പണം. ഏതെങ്കിലും ബ്യൂട്ടി പാർലറുകളിൽ ചെന്നാല് അവർ മുടിയുടെ ലെങ്ത് മെഷർ ചെയ്യും. എന്നിട്ട് പറയും ഈ മുടിക്ക് 10,000 രൂപയാണ്. അങ്ങനെ 10,000 രൂപ കൊടുത്ത് മുടി സ്ട്രൈറ്റിങ് ചെയ്യും. സ്ട്രൈറ്റിങ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ചില ഷാമ്പുകൾ വേണം, ചില കണ്ടീഷണറുകൾ വേണം, ചില മാസ്ക് വേണം, ചില സിറമുകൾ വേണം. ആ മുഖത്തേക്ക് ചില സിറമുകൾ കൂടിയുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി ഒരു മാസത്തിലൊരു നമ്മുടെ പെങ്ങന്മാർക്ക്, നമ്മുടെ മക്കൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഒരു മാസത്തിൽ മിനിമം 5,000 രൂപയുണ്ട്. സാധാ നോർമലായി ജീവിക്കുന്ന ഒരു ടിപ്പിക്കൽ മുസ്ലിമിന്. എന്നാൽ ഇതൊക്കെ മാറി മുഖം മറച്ച് കയ്യൊറക്കെട്ട് നടക്കുന്ന ഒരു പക്ക പ്രാക്ടിക്കൽ മുസ്ലിം ആണെങ്കിലോ, മുഖം മറച്ച് നടക്കുന്ന ഒരു മുസ്ലിമിന് പൗഡർ വേണ്ട, മോയ്സ്ചറൈസർ വേണ്ട, സൺസ്ക്രീന് വേണ്ട, ഫൗണ്ടേഷൻ വേണ്ട, പെയിന്റ് വേണ്ട, ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. അപ്പോ കുത്തകകൾക്ക്, മുതലാളിമാർക്ക് നഷ്ടത്തിലാണ് ഒരു മാസത്തിൽ 10,000 രൂപ നഷ്ടം. അപ്പൊ എന്താ ചെയ്യാ? അവരുടെ ഹിജാബ് മാറ്റണം. ഞാൻ ചോദിക്കട്ടെ, ഹിജാബ് ധരിക്കുന്നതിലും ബിക്കിനി ധരിക്കുന്നതിലും 2 രീതിയിലാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. ഹിജാബിനെ നിരുത്സാഹപ്പെടുത്തുന്നു, അഴിച്ചിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഹിജാബ് ധരിച്ചാൽ ഇവിടുത്തെ ആർക്കാ പ്രശ്നമുള്ളത്? ഹിജാബ് ധരിച്ചത് കൊണ്ട് സമൂഹത്തിന് എന്ത് പ്രശ്നമുള്ളത്? നാട്ടിലെന്ത് ദുരന്തങ്ങൾ ഉണ്ടാവാൻ ഒരു പ്രശ്നമില്ലല്ലോ. ഹിജാബ് ധരിച്ച് പരീക്ഷ എഴുതി എന്താ നടക്കാൻ പോവുക, അല്ലെങ്കിൽ സ്കൂളിൽ പോയാൽ എന്താ സംഭവിക്കുക? ഒരു പ്രശ്നമില്ല. ഇവിടെ ഇതിനെ കൃത്യമായ ആസൂത്രിതമായ നീക്കത്തിലൂടെ മുസ്ലിം സമൂഹത്തെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന്, ഇസ്ലാമികമായ സിസ്റ്റത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ലിബറലിസ്റ്റ് ചിന്തകളിലേക്ക്, ഫ്രീ തിങ്കേഴ്സിന്റെ സ്വതന്ത്ര ചിന്താഗതിക്കാരിലേക്ക് നമ്മുടെ സമൂഹത്തെ പതുക്കെ പതുക്കെ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വിവാഹം ഇന്ന് വൈകിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് ആർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ചോദിച്ചോക്കി നിങ്ങള്, നമ്മുടെ മക്കൾക്കാർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. 22 വയസ്സായാലും പറയും എനിക്ക് പ്രായമായിട്ടില്ല, 25 വയസ്സായാലും പറയും എനിക്ക് പ്രായമായിട്ടില്ല. പിന്നെ ഇപ്പൊ മൂക്കിൽ പല്ല് മുളക്കുമ്പോഴാണ് കല്യാണം കഴിക്കുക. 25 വയസ്സായിട്ട് പ്രായമായിട്ടില്ല, ഞാൻ പഠിക്കട്ടെ, പഠിച്ചു കഴിയട്ടെ എന്ന് പറയും. പഠിച്ചു കഴിഞ്ഞാൽ പറയും എനിക്കൊരു ജോലി കിട്ടി, ഞാനൊന്ന് സെറ്റിൽഡ് ആവട്ടെ എന്ന് പറയും. അങ്ങനെ 30 വയസ്സിലൊക്കെ അങ്ങനെ കല്യാണം വേണ്ട എന്ന് പറയുന്നവർ, ഞാൻ ചോദിക്കട്ടെ, 18-10 വയസ്സ് മുതൽ പ്രേമിക്കാൻ തുടങ്ങാൻ പ്രേമം പാടുണ്ടോ? 15 വയസ്സ് മുതൽ 10ാം ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങുന്നുണ്ട്. 9ാമത്തെ വയസ്സ് മുതൽ 9ാമത്തെ ക്ലാസ് മുതൽ പ്രേമിക്കാൻ തുടങ്ങുന്നുണ്ട്. പ്രേമത്തിന്റെ പേരിലാണ് കഴിഞ്ഞ വർഷം കാസർഗോഡ് ജില്ലയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. തന്റെ കാമുകൻ ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ പേരിൽ. പുറത്തു നടന്ന സംഭവമല്ല, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നടന്ന സംഭവം. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, സ്ഥലം ഞാൻ പറയാഞ്ഞിട്ടാണ്, ആർക്കെങ്കിലും ഇതുകൊണ്ടൊരു വിഷമം ഉണ്ടാവരുത് എന്ന് വിചാരിച്ച്. കാമുകൻ ബ്ലാക്ക് മെയിൽ ചെയ്തു. തന്റെ സുഹൃത്തുക്കൾക്ക് കൂടെ ചെലവഴിക്കാൻ കാമുകൻ ആവശ്യപ്പെട്ടു. അങ്ങനെ പെൺകുട്ടി വിശ്വസിച്ച് പ്രേമിച്ച് കൂടെ നടന്ന ഒരു കാമുകന്റെ അടുത്ത് നിന്ന് കേട്ട ഒരു വിഷയം, അവന്റെ റെസ്പോൺസ് കണ്ട് പെൺകുട്ടി മാനസികമായി വലിയ അസ്വസ്ഥയായി. പിന്നെ അവൾക്ക് അവളുടെ ഫോട്ടോകൾ അയാളുടെ കയ്യിലുണ്ട്, വീഡിയോകളുണ്ട്. പിന്നെ അവൾക്ക് പരിഹാരം സൂയിസൈഡ് തന്നെയാണ്. അങ്ങനെ അവൾ സൂയിസൈഡ് ചെയ്തു. എത്ര ക്ലാസ്സിൽ? 9ാം ക്ലാസ്, 14 വയസ്സ്. അപ്പൊ 14 വയസ്സ് മുതൽ പ്രേമിക്കാൻ പറ്റും, പ്രണയിക്കാൻ പറ്റും. എന്നാല് 18 വയസ്സായാൽ നിക്കാഹ് ചെയ്യാൻ പറ്റൂല, അത് അടിമത്തമാണ് എന്ന് പറഞ്ഞു നമ്മുടെ പെൺകുട്ടികളെ പറ്റിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ലിബറലിസ്റ്റുകൾ, സ്വതന്ത്ര ചിന്താഗതിക്കാർ. പറഞ്ഞു പറ്റിച്ചിരിക്കാൻ. ഒരു പുരുഷന് ചായ കൊടുക്കുന്നത് അടിമത്താണ്. എത്ര വിവാഹമോചനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എത്ര വിവാഹമോചനങ്ങൾ ഞാൻ ഡീൽ ചെയ്യുന്നുണ്ട്. എന്റെ അടുത്തേക്ക് എത്തും ചില വിവാഹമോചനങ്ങൾ, ഖതീബായതുകൊണ്ട്. എത്രയോ കേസുകൾ. എന്താണ്? നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വിവാഹമോചനം. ഒന്ന് സംസാരിക്കാൻ പോയിട്ട് വിവാഹം ഊട്ടി ഉറപ്പിക്കാം, മോചനം വേണ്ട, ചേർന്ന് നിൽക്കട്ടെ എന്ന് സംസാരിക്കാൻ പോയാല് പെണ്ണ് പറയും എനിക്ക് വേണ്ടേ വേണ്ട വേണ്ട എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് വേണമെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുക?
ഇത് ശരിയാവണം, പ്രശ്നങ്ങൾ തീരണം എന്നുദ്ദേശിക്കുന്ന ആളുകളോടല്ലേ നമ്മൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റുക. എനിക്ക് വേണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും നോ, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, എനിക്ക് അയാളോട് താല്പര്യമില്ല എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്താ സംസാരിക്കും? ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ, വളരെ സില്ലി ആയിട്ടുള്ള മാറ്റേഴ്സ്, ഇത്തരം വിഷയങ്ങളിൽ വരെ വിവാഹമോചനങ്ങൾ നടക്കുന്നു. ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചത് നമ്മുടെ പെൺകുട്ടികൾക്ക്? ഇതൊക്കെയാണ് സ്വതന്ത്ര ചിന്താഗതിക്കാർ നമ്മുടെ പെൺമക്കളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു എന്ന് ഞാൻ പറയാനുള്ള കാരണം. വിവാഹം പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു വളരെ നേരത്തെയാക്കണം. എന്തിന്? അവിഹിത ബന്ധങ്ങൾ ഇല്ലാതിരിക്കാനാണ്, പ്രണയങ്ങൾ ഇല്ലാതിരിക്കാനാണ്. സ്വാഭാവികമായി ഏതൊരാണായാലും ഒരു പെണ്ണായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ടാകും. അത് പ്രകൃതിയുടെ ഒരു സിസ്റ്റമാണ്, മനുഷ്യന്റെ ഘടനയാണ് അങ്ങനെ. പെണ്ണിന് ആണിനോട് അട്രാക്ഷൻ തോന്നണം, ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നണം. അപ്പോഴാണ് പ്രണയം തുടങ്ങുന്നത്, പ്രേമിക്കാൻ തുടങ്ങുന്നത്. ആ പ്രേമം തുടങ്ങുന്ന സമയം നോക്കി നിങ്ങൾ ഹലാലായ രീതിയിൽ നിക്കാഹ് ചെയ്തു കൊടുക്കണം എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം. എന്തിന്? വ്യഭിചാരം ഇവിടെ നടക്കാതിരിക്കാൻ, അവിഹിത ബന്ധങ്ങൾ ഇവിടെ നടക്കാതിരിക്കാൻ. പെൺകുട്ടികളെ ലിവിൻ ടുഗദർ എന്ന് പറഞ്ഞ് കൂടെ ജീവിച്ച് ഗർഭിണിയാകുമ്പോ മക്കളുണ്ടാകുമ്പോ അയാൾ ഇവളെ ഉപേക്ഷിച്ചു പോയി എന്നിട്ട് വേറൊരാളുടെ കൂടെ ലിവിൻ ടുഗദറിൽ ജീവിക്കുക. ഈ പെണ്ണിനെ ആരാ നോക്കുക? ഈ കുട്ടി ആരാ നോക്കുക? ഈ കുട്ടിയുടെ പിതാവ് ആരാണെന്ന് ഈ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവുക? കാരണം നിക്കാഹ് കഴിഞ്ഞിട്ടില്ല, ഔദ്യോഗികമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, ലിവിങ് ടുഗദർ ആണ്. ഇന്ന് പലർക്കും താല്പര്യം ലിവിങ് ടുഗദറിലാണ്, നിക്കാഹിനോട് താല്പര്യമില്ല, ലിവിങ് ടുഗദറിനോടാ താല്പര്യം. അതിൽ ശാരീരികമായി ഇണചേരുന്നുണ്ട്, ശാരീരികമായി അവർ കറങ്ങുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഇന്ന് എല്ലാവർക്കും താല്പര്യം. എന്നാൽ അള്ളാഹു പറഞ്ഞതുപോലെ വളരെ നേരത്തെ ഹലാലായ രീതിയിൽ നിക്കാഹ് ചെയ്യണമെന്ന് പറഞ്ഞാല് ആർക്കും താല്പര്യമില്ല. എന്തുകൊണ്ട്? ഭർത്താവിന് ചായ കൊടുക്കുന്നത് അടിമത്തമാണ്. ഭർത്താവിന് ചായ കൊടുക്കുന്നത് അടിമത്താണ് എന്നാണ് ഇവരെ നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയിട്ട് കോട്ടും സ്യൂട്ടും ടൈയൊക്കെ ഇട്ടിട്ട് ഒരു മുതലാളി വരുമ്പോ ഇങ്ങനെ ഓച്ചാനിച്ച് ട്രൈയും പാത്രവും കൊണ്ടുപോയിട്ട് മുതലാളിക്ക് ചായ കൊടുത്ത് ആ മുതലാളി കുടിച്ച ചായയുടെ കോപ്പയും കൊണ്ടുപോയി കഴുകി വെക്കുന്നതാണ് പുരോഗമനം. മനസ്സിലായോ? അതാണ് പുരോഗതി, അതാണ് വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണം. അതാണ് പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സംസാരം, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇസങ്ങള്, സംഘടനകൾ പറയുന്നത്. നിങ്ങൾ കോർപ്പറേറ്റുകളിൽ പോയി മുതലാളിമാർക്ക് ചായ കൊടുക്കുന്നത് പുരോഗമനവും സ്വന്തം ഭർത്താവിന് ചായ കൊടുക്കുന്നത് അടിമത്തവുമാണ്. ഇത് കേട്ടപ്പോൾ നമ്മുടെ പെൺമക്കളെല്ലാം വിശ്വസിച്ചു, ശരിയാണല്ലോ, ഞങ്ങളൊക്കെ പോയിട്ട് അങ്ങനെ കോർപ്പറേറ്റുകളിൽ പോയി കോട്ടും സൂട്ടും ടൈയൊക്കെ ഇട്ടിട്ട് ജോലി ചെയ്യാം, എന്തിനായി അടുക്കള ജോലി ഞാൻ ചെയ്യുന്നത്? ഈ MBBS-ഉം MBA-യും MD-യും എല്ലാമായിട്ട് ഞാൻ ഈ അടുക്കള ജോലി ചെയ്യണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി നമ്മുടെ പെൺമക്കള്. MBBS ഉണ്ട് എനിക്ക്, BDS ഉണ്ട് എനിക്ക്, ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്ത ആളാണ്, JEE ഉണ്ട് എനിക്ക്, CUET ഉണ്ട് എനിക്ക്, നെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ ഞാൻ ഈ അടുക്കളയിൽ പോയി ജോലി ചെയ്യണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി പെൺകുട്ടികൾ. അപ്പൊ പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിരുന്നു നമ്മുടെ പെൺമക്കളുടെ ഒക്കെ ജീവിതം അല്ലെ? എത്ര മനോഹരായിരുന്നു. ഭർത്താവിനും മക്കളെയൊക്കെ നോക്കി വീട്ടിൽ ഇങ്ങനെ സുഖമായി കടന്നുറങ്ങുന്ന സ്ഥാനത്ത് നിന്ന് അവരെ ജോലിക്ക് പറഞ്ഞേക്കണം എന്നൊരു സിസ്റ്റത്തിലേക്ക് സമൂഹം മാറി. ജോലിക്ക് പോകല് ഹറാമാണോ ഹലാലാണോ എന്നല്ല ഞാൻ പറയുന്നത്. ആവശ്യം വന്നാൽ ജോലിക്ക് പോകണം, കൊണ്ടെന്നല്ല, ജോലിക്ക് പോകണം ആവശ്യം വന്നാല്. പക്ഷെ അതാണ് പുരോഗതി എന്ന് പറയരുത്. മക്കളെ നോക്കുന്നത് അടിമത്വമാണെന്നും പീഡനമാണെന്നും ജോലിക്ക് പോകുന്നതാണ് പുരോഗതി എന്നും പറഞ്ഞ് പറ്റിക്കുന്നവർക്ക് ഒരു മറുപടിയാ ഞാൻ പറയുന്നത്. ഇനി നമ്മുടെ പെൺമക്കള് ജോലിക്ക് പോയാൽ എന്താ ഉണ്ടാവുക? രാവിലെ ജോലിക്ക് പോകുമ്പോൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണം. ആരാ മക്കളെ കുളിപ്പിക്കേണ്ടത്? അവരെന്നെയാണ്. ആരാ മക്കൾക്ക് അയൺ ചെയ്ത് കൊടുക്കേണ്ടത്? അവരെന്നെയാണ്. ഭർത്താവിന് ജോലിയുണ്ട്, ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? അതും അവൾ തന്നെയാണ്. എന്നിട്ട് മക്കൾക്കും ഭർത്താവിന് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി ഭക്ഷണം കൊടുത്ത് അയൺ ചെയ്ത് മക്കളൊക്കെ സ്കൂളിൽ വെച്ചിട്ട് ഈ പെണ്ണ് തിരക്ക് പിടിച്ച് ജോലിക്ക് പോകും. സ്കൂളിലാണെങ്കിലും കോർപ്പറേറ്റുകളിലാണെങ്കിലും കമ്പനികളിലാണെങ്കിലും. എന്നിട്ടോ വൈകുന്നേരം സമയമായ ഓടി വരുന്നതിന്, മക്കൾ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തണം, മക്കൾക്ക് ചോറ് കൊടുക്കണം, മക്കളെ കുളിപ്പിക്കണം, ഭർത്താവ് വരുമ്പോഴേക്കും ഫുഡ് ആവണം. ഈ പെണ്ണെന്താ ഒരു മെഷീനാണോ? വിശ്രമമില്ലാതെ 24/7 പണിയെടുക്കാൻ. എന്നാ ഒരു ആണിനെ കുറിച്ച് ചിന്തിച്ചു നോക്കി. ഇയാൾ സമയമാകുമ്പോ ഭാര്യ നാസ്ത കൊടുക്കുന്നു, ഇയാൾ ജോലിക്ക് പോകുന്നു, 4 മണിയായാലും ഇയാൾ വീട്ടിലേക്കൊന്നും വരില്ല. ഇയാൾ അങ്ങോട്ട് ഇങ്ങനെ സറ പറഞ്ഞ് കഥ പറഞ്ഞ് തോന്നുമ്പോ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വന്നാൽ അയാൾ വീട്ടിൽ കയറി കിടക്കും, അയാൾ കിച്ചണിൽ പോയിട്ട് ചോറുണ്ടാക്കൂല. അങ്ങനല്ലേ? അപ്പൊ പെണ്ണിന് വീട്ടിലും പണി, പുറത്തും പണി. പെണ്ണ് സത്യത്തില് പീഡിപ്പിക്കപ്പെടുകയാണോ അല്ല സ്വതന്ത്രയാവുകയാണോ ഈ ലിബറലിസ്റ്റുകളുടെ, യുക്തിവാദികളുടെ ആശയപ്രകാരം? അപ്പൊ അതുകൊണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ, ഞാനതാ പറയും, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാൻ. ഇസ്ലാം പറഞ്ഞതാണ് ആശയം,
പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة. ആണായാലും പെണ്ണായാലും അല്ലാഹു തആല നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. ആണിനോടും അങ്ങനെ പെണ്ണിനോടും അങ്ങനെ. അവിടെ നിന്നാ നമ്മൾ പോയത്. എന്റെ ഒരു പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ ഔറത്ത് വെളിവാകുന്ന രീതിയിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അവിടെ നമ്മൾ പോയത്. ഔറത്ത് വെളിവാകുന്ന രീതിയിൽ ചാടിയും നൃത്തം ചെയ്തും ഡാൻസ് ചെയ്തും ഒരു പെൺകുട്ടിക്ക് സോഷ്യൽ മീഡിയയിൽ അവളുടെ ഡൊമൈനുകളിൽ അവളുടെ ഫീഡുകളിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അള്ളാഹുവിന്റെ ദീനിനത് പ്രശ്നമാണ്. അള്ളാഹുവിന്റെ ദീൻ അത് വിലക്കിയതാണ്. എന്നാ പുരുഷനത് വിലക്കിയിട്ടില്ല. പുരുഷന് ഔറത്ത് മറക്കണം. ഔറത്ത് മറച്ചിട്ട് അയാൾ ഒരു കളിയുടെ വീഡിയോ അല്ലെങ്കിൽ അയാൾ വേറെന്തെങ്കിലും നല്ലത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഹറാമായത് ചെയ്യുന്നത് പുരുഷനും തെറ്റന്നെയാണ്. ഒരു പുരുഷൻ ഹറാമായ രീതിയിലുള്ള വീഡിയോകൾ, സമൂഹത്തിന് ഉപകരിക്കാത്ത, നാടിന് ഉപകരിക്കാത്ത, ഒരു ഉപകാരവുമില്ലാത്ത തോന്നിവാസങ്ങളും കോമാളിത്തരങ്ങളുമാണ് പോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഉപകാരമില്ലാത്തതാണ്. ഉപകാരമില്ലാത്തതൊക്കെ വേസ്റ്റ് അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു ഉപകാരം സമൂഹത്തിനുണ്ടാവണം, എന്തെങ്കിലും ഒരു ഉപകാരം നാടിനുണ്ടാവണം. അപ്പൊ പ്രിയപ്പെട്ട സഹോദരിമാരോട് വൈറലാവാനും ഫോളോവേഴ്സ് കൂടാനും അതുപോലെ ലൈക്ക് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനും ഏത് തോന്നിവാസങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നവരായി നമ്മൾ മാറരുത്. അതാ പറയാനുള്ളത്. അല്ലാഹുവിന്റെ ദീൻ പറയുന്നുണ്ട്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹു തആല എന്താണോ പറഞ്ഞത് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വമാ നഹാകും അൻഹു ഫൻതഹൂ. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ കടമയാണത്. അങ്ങനെ സ്വാഭാവികമായി നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ വരും. അറിഞ്ഞും അറിയാതെയും തെറ്റുവരും. അത് മനുഷ്യ സഹജമാണ്. ആ മനുഷ്യ സഹജമായതുകൊണ്ട് തന്നെയാണ് തെറ്റുവന്ന തൗബ ചെയ്ത് മടങ്ങണമെന്ന് അല്ലാഹു പറഞ്ഞത്. തൗബ ചെയ്ത് പ്രായശ്ചിത്തം ചെയ്ത് പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങണമെന്ന് പറയുന്നത്. ഒരു തെറ്റു വന്നാൽ ആ തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്ത് ആ തെറ്റിനെ നിങ്ങൾ മായ്ച്ചു കളയണമെന്ന് പറഞ്ഞത്. ഒരു തെറ്റ് വന്നാൽ ആ തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്യണം, എന്നിട്ട് ആ തെറ്റിനെ മായ്ച്ചു കളയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണ് അസ്തമിക്കുക എന്നറിയില്ല. എത്ര മരണം സംഭവിക്കും. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. 2 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നു. പെട്ടെന്നൊരു അറ്റാക്കിലൂടെ മരണപ്പെട്ടു പോയി. എത്ര പൊടുന്നനെയുള്ള മരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരണത്തിന്റെ ലക്ഷണങ്ങളില്ല, രോഗലക്ഷണങ്ങളില്ല, രോഗിയായി ബെഡിൽ കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പെടുന്നനെ അറ്റാക്ക് വരിക, മരണപ്പെട്ടു പോവുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ കാസർഗോഡ് ജില്ലയിൽ ഈ ഒരു വർഷത്തിൽ എത്ര പേരാണ് ഇങ്ങനെ പെടുന്നനെ മരിച്ചുപോയത്? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യഖൂമുസ് സാഅ ഹത്താ ലാ തഖൂമുസ് സാഅതു ഹത്താ യദ്ഹറ മൗതുൽ ഫജഅ. ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവാതെ ലോകാവസാനം സംഭവിക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ പെട്ടെന്ന് മരിച്ചു പോവുക, രോഗത്തിന്റെ ഒരു അടയാളം പോലും ഇല്ലാതെ, ഒരുപാട് കാലം രോഗിയായി കിടക്കാതെ, പ്രത്യേകിച്ച് മാരകമായ അസുഖങ്ങളൊന്നുമില്ലാതെ, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൊക്കെ കുഴഞ്ഞു വീഴുക, അറ്റാക്ക് വന്ന് മരിച്ചു പോവുക. ഇങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരാതെ ലോകാവസാനം സംഭവിക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഒരു 2-3 മാസം മുമ്പ് എന്റെ തന്നെ ഒരു ജ്യേഷ്ഠൻ, എന്റെ മുത്താപ്പയുടെ മകൻ, ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ വീട്ടിലേക്കൊക്കെ മത്സ്യവും മീനൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ചെറിയൊരു നെഞ്ചുവേദനയുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യയെ കൂട്ടി അനുജനെ കൂട്ടി നമ്മുടെ CM ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയാണ്. ഒരു വെള്ളിയാഴ്ച 11 മണിക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഒരുപാട് കാലം ജീവിച്ചു എന്ന് വരൂല, ഇത്ര കടം എനിക്ക് കൊടുക്കാനുണ്ട്, ഇത്ര എനിക്ക് കിട്ടാനുണ്ട്, ഞാൻ മരിച്ചാൽ നിങ്ങൾ വിഷമിക്കരുത് എന്നിങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ
അയാൾ ഇങ്ങനെ ഒന്ന് ചെരിയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ എത്തി പരിശോധിച്ചു നോക്കുമ്പോൾ അയാൾ മരിച്ചുപോയിട്ടുണ്ട്. പ്രത്യേകമായ അസുഖങ്ങളില്ല. ഒരാഴ്ച മുമ്പ് മംഗലാപുരം പോയി ശരീരം മൊത്തം ബോഡി ചെക്കപ്പ് ചെയ്തു വന്നതാണ്. ഒരസുഖം പോലും ഇല്ല എന്ന് ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ അനുജനെ രണ്ടുപേരും മംഗലാപുരം പോയി ബോഡി മുഴുവനും ശരീരം മുഴുവനും ചെക്കപ്പ് ചെയ്തിട്ട് അനുജന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, നീ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല, എല്ലാം ഫിറ്റ് ആണെന്ന് പറഞ്ഞൊരു മനുഷ്യന് പെടുന്നനെ മരണപ്പെട്ടു പോവുകയാണ്. ഇങ്ങനെ നൂറുകണക്കിന് മരണങ്ങളുടെ അടയാളങ്ങളും ഉദാഹരണങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ എന്താണ് പ്രശ്നമെന്നല്ലേ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? എന്താ ഇങ്ങനെ മരണപ്പെട്ടാലുള്ള പ്രശ്നം? തൗബ ചെയ്യാൻ കഴിയില്ല, അതാ പ്രശ്നം. ഒരു 60-70 വയസ്സായി കുറച്ച് രോഗമൊക്കെ വന്ന് കിടപ്പിലായാല് നമ്മളിങ്ങനെ തസ്ബീഹും മാലും പിടിച്ച് 5 നേരം പള്ളിക്കൊക്കെ പോയി പഠിച്ചവനോട് കരഞ്ഞും കരയാതൊക്കെ ദുആ ചെയ്തിട്ട് മരിക്കുമ്പോൾ ഒരു ദോഷം ഉണ്ടാവില്ല, എല്ലാം പഠിച്ചും പൊരുത്തപ്പെട്ടു. അത് 60 വയസ്സൊക്കെ ആയ വലിയ നിഅമത്താണ്. 60 കടക്കുക എന്നൊക്കെ പറഞ്ഞ വലിയ തൗഫീഖാണ്. 60 കഴിഞ്ഞാൽ ഒരു മനുഷ്യന് പിന്നെ തെറ്റെയ്യാൻ പാടില്ല. എന്തുണ്ട്? പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും അവർക്ക് ഉണ്ടാവുക. പിന്നെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹിനോട് എങ്ങനെയെങ്കിലും പൊറുക്കപ്പെടണം, ഇനി എൻ്റെ യാത്ര ഖബറിലേക്കാണ്. അങ്ങനെ ചിന്തിക്കണം. അങ്ങനെ 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ് 80 കഴിഞ്ഞു ചെറിയ കുറച്ച് രോഗങ്ങളുടെ ലക്ഷണം, ചെറിയ മുട്ടുവേദന, നടുവേദന, തിന്നാനൊന്നും കഴിയുന്നില്ല. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ് തോന്നി ഇനിയൊക്കെ പഴയതുപോലെ നീറ്റ് നടക്കാനൊന്നും കഴിയുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ അയാൾ കരഞ്ഞ് 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 പടച്ചോനോട് ദുആ ചെയ്യും. പടച്ചോനെ, എനിക്ക് കൂടുതൽ കാലം ഇവിടെ ആയുസ്സില്ല എന്ന് എനിക്കറിയാം, എൻ്റെ ഇതൊക്കെ പൂർത്തരണം. അള്ളാഹ് എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കും. അങ്ങനെ ഒരിക്കലാണ് ഖൈറ്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്ത് ഹറാമുകൾ ചെയ്ത് തൗബ ചെയ്യാതെ ഇതുപോലെ പെടുന്നനെ മരിച്ചു പോയാലോ? തോന്നിവാസങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്, തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഹറാമുകൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ തൗബ ചെയ്യാതെ പെടുന്നനെ മരിച്ചുപോയി, ഉറങ്ങി രാവിലെ എണീറ്റില്ല. അലമ്പാടിയിൽ എൻ്റെ ഒരു ഉപ്പയുടെ കാരണവരുടെ മകൻ ആലമ്പാടിയിൽ നിങ്ങൾക്ക് അറിയുന്ന ആളാണ് ഹമീദാജി. അദ്ദേഹവും ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയി 1-2 ദിവസം മുമ്പ് പരിശോധന നടത്തിയപ്പോ ഡോക്ടർ ഒരു പ്രശ്നമില്ല, 100% ഫിറ്റാണ് എന്ന് സർട്ടിഫൈ ചെയ്ത മനുഷ്യൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മരിച്ചു പോവാണ്. നല്ല വയസ്സായിട്ടില്ല, 60 പോലും കഴിഞ്ഞിട്ടില്ല. 60-ന്റെയും 50-ന്റെയും ഇടയിലുള്ള ആളുകളാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് പ്രായമാവുന്നതെല്ലാം നമ്മുടെ മനസ്സിനാണ്. 70-കാരന് ഞാനിപ്പോ 25-കാരനാണെന്ന് തോന്നിയാൽ അയാൾക്ക് ഊർജമുണ്ടാകും, ആരോഗ്യമുണ്ടാകും. പ്രായമാവാതിരിക്കാനും പ്രായം വരുമ്പോഴുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ ബിസി ആയിരിക്കുക. റിട്ടയർമെന്റ് എന്നുള്ളത് ഇസ്ലാമിലില്ല. റിട്ടയർമെന്റ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവരുത്. ഗൾഫിൽ നിന്ന് റിട്ടയർ ആയി നാട്ടിൽ വന്നൊരു പണിയുമില്ലാതിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് നടുവേദനയുണ്ടോ എന്ന് തോന്നുന്നത്. ആഴ്ചയിൽ ഒരിക്കലും ഡോക്ടറെ കണ്ടില്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നത്. വെറുതെ തോന്നാൻ, അസുഖങ്ങളൊന്നുമില്ല. 60 വയസ്സായി, വീട്ടിലാരുമില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കാണ്. അപ്പൊ തോന്നുന്നു എനിക്ക് മുട്ടുവേദന ഉണ്ടോ. എണീക്കുമ്പോ ചെറിയൊരു വേദന തോന്നി, ഇതെന്തോ ഒരു വലിയ അസുഖമാണ്. ഡോക്ടറെ കണ്ടു, മരുന്ന് വാങ്ങിച്ചു. പിന്നെ ഒരാഴ്ച ആകുമ്പോ പിന്നെ മുട്ടുവേദന. ഇങ്ങനെ തന്നെ തോന്നലുകൾ ഒരുപാടുണ്ടായി. ഈ തോന്നലുകളാണ് ഒരു മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നേരെ മറിച്ച് 60-കാരൻ റിട്ടയർഡ് ആയിട്ട് വിശ്രമിക്കാതെ ഒന്നുകിൽ രാഷ്ട്രീയ സേവനം, രാഷ്ട്രീയമായി സേവനം ചെയ്യാൻ ഇവിടെ പാർട്ടിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാർട്ടികൾ ഉണ്ടാകും. ഏത് പാർട്ടിയായാലും ആ പാർട്ടികളിൽ നിങ്ങളുടെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുക, ഓടിച്ചാടി പണിയെടുക്കുക. അതൊക്കെ ദീനിന്റെ ഒരു സേവനമാണ്. ദീനുമായി ബന്ധപ്പെട്ട, നന്മയുമായി ബന്ധപ്പെട്ട പാർട്ടിയാണെങ്കിൽ സംഘടനകളുണ്ട് ഒരുപാട്. ഇവിടെ സംഘടനകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഘടനകളിൽ പോയി ആ സംഘടനയുടെ നന്മയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുക. പള്ളിയുണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു വരുമാന മാർഗങ്ങളോ നമ്മൾ തുടങ്ങാൻ. വിശ്രമിക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ദിവസവും ഒരു പുസ്തകമെങ്കിലും എവിടെയെങ്കിലും ബുക്ക് സ്റ്റാളുകളിൽ പോയി ഒരു പുസ്തകം വാങ്ങിക്കുക. അതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. പുതിയ പുതിയ അറിവുകൾ തേടുമ്പോൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ വയസ്സാവുക എന്നുള്ള ചിന്ത തന്നെ മാറുമെന്നാണ് പ്രിയപ്പെട്ടവരെ. എല്ലാ ദിവസവും പുതിയ അറിവുകൾ, പുതിയ അനുഭവങ്ങൾ ഉണ്ടായാൽ വയസ്സായി എന്ന തോന്നൽ നമ്മൾക്ക് ഉണ്ടാവൂല.
നമ്മുടെ എൻസൈമുകൾ ഒരു ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ശരീരത്തിന്റെ സെല്ലുകളെല്ലാം ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ തുടങ്ങും. പുതിയ പുതിയ കാര്യങ്ങൾ ദിവസവും ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാതെ മൂലക്കിരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് തുരുമ്പ് പിടിക്കുന്നത്. ഏതുപോലെ ഡ്രൈവ് ചെയ്യാതെ ഏതെങ്കിലും ഒരു വാഹനം ഏതെങ്കിലും ഒരു മൂലയിലേക്ക് നമ്മൾ ഇട്ടുവെച്ചാൽ 1 or 2 വർഷം കൊണ്ട് ആ വണ്ടി മുഴുവനും തകർന്നു തരിപ്പണമാകും. എന്നാൽ സ്ഥിരമായി ഡ്രൈവ് ചെയ്യുന്നൊരു വാഹനത്തിനൊരു കുഴപ്പമുണ്ടാവില്ല. ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യൻ. നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് പ്രായമാവുന്നില്ല. നിരന്തരമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് 90 ആയാലും 25കാരന്റെ ചുറുചുറുപ്പുണ്ടാകും. ഒരു പണിയുമെടുക്കാതെ റിട്ടയർഡായി ആ വണ്ടി ഉപയോഗിക്കാതെ വെച്ച വണ്ടിയെ പോലെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് തുരുമ്പ് പിടിച്ചു തുടങ്ങുന്നത്. നമ്മുടെ എല്ലുകൾ ക്ഷയിച്ചു തുടങ്ങുന്നത്. നമ്മുടെ എല്ലുകളെ റബ്ബി ഇന്നി വഹുനൽ അദ്മു മിന്നി, എന്റെ എല്ലുകൾ ക്ഷയിച്ചു എന്ന് പറഞ്ഞതുപോലെ എല്ലുകൾ ക്ഷയിക്കാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ ഒരു 70-90 വയസ്സ് വരെയൊക്കെ നമ്മൾക്ക് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ കഴിയും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളുണ്ടല്ലോ, ആ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഓരോ രാജ്യങ്ങളെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. വെറുതെ ഇരിക്കേണ്ട വീട്ടില് ടൂർ പോ, യാത്രകൾ പോ. എത്രയെത്ര രാജ്യങ്ങളുണ്ട്, 100 ചില്ലാനം രാജ്യങ്ങളുണ്ട്. ഒരു രാജ്യം കഴിഞ്ഞാൽ അടുത്ത രാജ്യം, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പണമുണ്ടാക്കി സമ്പാദിച്ചു വെക്കുന്നുണ്ടല്ലോ, അതെല്ലാം മക്കൾക്ക് വേണ്ടി സ്വരൂപിച്ചിട്ടല്ല വെക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ആലോചിക്കേണ്ടത്. മക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് 15 വയസ്സ് വരെയാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ മക്കളെ പഠിപ്പിക്കുക, പിന്നെ പണം ഉണ്ടെങ്കിൽ മക്കളെ പഠിപ്പിക്കുക. അതല്ലാതെ ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ അനാഥരാകുമോ എന്ന് ഭയന്നിട്ട് ഒരുപാട് പണം ഇവിടെ ബാക്കി വെച്ച് അതൊന്നും ആസ്വദിക്കാതെ മരിച്ചുപോയിട്ട് എന്തുപകാരമാണ് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാ രാത്രിയിലും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ വീടിന്റെ മുകളിലുള്ള 1ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് 1000 തവണ നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ നേരെ മുകളിലുള്ള 7 ആകാശങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വീടിന്റെ നേരെ മുകളിൽ നിന്ന് വീട്ടിൽ താമസിക്കുന്ന മക്കളെ 1000 തവണ വരെ വിളിക്കുന്നുണ്ട്. ഓരോ പിതാവും ഓരോ മാതാവും അവിടെ താമസിക്കുന്ന മക്കളെ എന്റെ മോനെ, എന്റെ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. എന്റെ വീടാണല്ലോ നീ ഉപയോഗിക്കുന്നത്, എന്റെ വസ്ത്രമാണല്ലോ നീ ധരിക്കുന്നത്, ഞാൻ ബാക്കി വെച്ച സമ്പാദ്യമാണല്ലോ നീ ചെലവഴിക്കുന്നത്. എനിക്ക് വേണ്ടി ഒരു നയാ പൈസ ചെലവഴിക്കാൻ എന്റെ മോനെ നിനക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദനയോടെ 1000 തവണ പറയുമത്രേ. എന്നിട്ട് നമ്മുടെ മാതാപിതാക്കൾ പറയും, ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനാണ്, ഇതെല്ലാം സമ്പാദിച്ചത് ഞാനാണ്, ഇതൊക്കെ ആസ്വദിക്കുന്നത് നിങ്ങളാണ്. എന്നാൽ ഇതിന്റെ ചോദ്യം അല്ലാഹു എന്നോടല്ലേ ചോദിക്കുക? ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം എങ്ങനെ ചെലവഴിച്ചു എന്ന് അല്ലാഹു എന്നോടല്ലയോ ചോദിക്കുക? നിങ്ങൾ ഹറാമിൽ ഉപയോഗിച്ചാലും സമാധാനം പറയേണ്ടത് ഞാനല്ലയോ? ഇത് 1ാം ആകാശത്ത് നിന്ന് നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് നമ്മുടെ മരണപ്പെട്ടു പോയ പിതാവ് പറയുമെന്ന് ഈ ആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഫിഖഹിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഇത് തമാശയല്ല. മാതാപിതാക്കൾ അവിടെ വെച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കി, എന്റെ മക്കൾ അടിച്ചു പൊളിക്കുന്നു, അതിനുള്ള സമാധാനം ഞാൻ എന്റെ റബ്ബിനോട് പറയണല്ലോ. അവര് കഞ്ചാവ് അടിച്ചത്, അവര് ലഹരി ഉപയോഗിച്ചത്, രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങാതെ ഫുട്ബോൾ മൈതാനങ്ങളിൽ പോയി കളിച്ചത്, ടർഫിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 15 വയസ്സുള്ള മക്കൾ പോലും രാത്രി കിടന്നുറങ്ങാതെ രാത്രി ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്, അങ്ങനെ മയക്കുമരുന്നിന്റെ അടിമയായി മാറുന്നത്. ഈ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും അടിമയായതിന്റെ പേരിലാണ് താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ മാതാവിന്റെ കഴുത്തെറുത്ത് കൊല്ലുന്നത്. എവിടെ നിന്നാണ് കടാര വാങ്ങുന്നത്? അയൽവാസിയുടെ വീട്ടിൽ പോയി കടാര വാങ്ങുകയാണ്. എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഒരു ആവശ്യമുണ്ട്. എന്നിട്ട് സ്വന്തം മാതാവിന്റെ കഴുത്തെറുത്ത് കൊന്നിട്ട് തൊട്ടപ്പുറത്തുള്ള ടാപ്പിൽ പോയിട്ട് ചോര കഴുകിയിട്ട് അയൽവാസിക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അയാൾ. എന്നിട്ട് പോലീസുകാരൻ അയാൾ പൊക്കിയപ്പോ അയാൾ പറഞ്ഞത്, എന്നെ പ്രസവിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത്, എന്നെ നൊന്തുപെറ്റതിനുള്ള ശിക്ഷയാണ് ഞാൻ എന്റെ മാതാവിന് കൊടുത്തത്. എവിടെ നിന്നാണ് ഈ മക്കൾ ഇത് പഠിച്ചത്? അവരവരുടെ അകത്തളങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് പറയുന്ന വാക്കല്ല ഇത്. കഞ്ചാവിന്റെയും ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും MDMA യുടെയും പ്രിയപ്പെട്ടവരെ അതിന്റെ പ്രവർത്തന ഫലമായിട്ട് അവരെ കൊണ്ട്
പറയിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ ആകാശ ലോകങ്ങളിൽ നിന്ന് അവരുണ്ടാക്കിയ സമ്പാദ്യം നമ്മൾ ഹറാമിൽ ഉപയോഗിക്കുന്നത് വളരെ വേദനയോടെ നോക്കിക്കാണുന്നുണ്ട്. ആ ഒരവസ്ഥ നമ്മൾക്കുണ്ടാവരുത്. മക്കൾക്ക് വേണ്ടി ഒരു നയാ പൈസ ഇവിടെ ബാക്കി വെച്ചില്ലേലും കുഴപ്പമില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ എന്താ ബാക്കി വെക്കുന്നത്, അതാ നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളുണ്ടാക്കിയ സമ്പാദ്യം ഉപയോഗിച്ച് ലോകത്തിന്റെ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് യാത്ര ചെയ്യേ. നിങ്ങൾ പെട്ടെന്ന് മരിക്കൂല. ഒരു 10 വയസ്സെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ട് യാത്ര ചെയ്താൽ. നമ്മൾ മരിക്കാൻ ബക്കറ്റ് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിൽ ബക്കറ്റിന് രഹസ്യമായ സ്വതക്കയാണ്. എല്ലാവരും വളരെ നല്ല രീതിയിൽ കൊടുക്കും. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും. സ്വതഖത്തു സിദ്ദി തുത്ഫിഉ ഗളബർ റബ്ബി. നിങ്ങൾ അതിൽ എത്ര ഇടുന്നു എന്നതാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാവുക. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാണ്, പണം മക്കൾക്ക് ബാക്കി വെച്ച് പോയിട്ടൊന്നും കാര്യമില്ല. മക്കളെ പഠിപ്പിക്കുക, അതിനുവേണ്ടി ഇത്രയും ചെലവഴിച്ചു. കല്യാണം കഴിയുമ്പോൾ 100 പവൻ ഇട്ടിട്ടൊന്നും നിങ്ങൾ ആരും ക്രെഡിറ്റ് എടുക്കണ്ട. എൻ്റെ മോൾക്ക് ഞാൻ 50 ഇട്ടു, ഒരു താരി പൊന്നു കൊടുക്കാതെ എൻ്റെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്നുള്ളൊരു വാശിയിൽ ജീവിച്ചോക്കെ. സ്വർണത്തിന്റെ വില 65-ലേക്കൊക്കെ എത്തുന്നത് നമ്മളിങ്ങനെ വാശി കൂട്ടി പിന്നും 50ഉം 60ഉം കൊടുക്കുന്നത് കൊണ്ടാണ്. സ്വർണങ്ങളല്ല മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കേണ്ടത്. സ്വർണങ്ങളല്ല മക്കൾക്ക് ബാക്കി വെക്കേണ്ടത് വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷനാണ്. നല്ല ക്വാളിറ്റിയുള്ള മക്കൾ. ഒറ്റപ്പെട്ടു പോയാൽ ഞാൻ തകരൂല എന്ന ധൈര്യമുള്ള, ആത്മവിശ്വാസമുള്ള, സെൽഫ് സഫിഷ്യന്റായ, സ്വയം പര്യാപ്തനായി എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് ധൈര്യമുള്ള, ആത്മബോധമുള്ള മക്കൾ ഉണ്ടാക്കി. ഭർത്താവ് പീഡിപ്പിക്കുകയോ തൊലാഖ് ചെല്ലുകയോ ഡിവേഴ്സ് ചെയ്യുകയോ ചെയ്താൽ ഞാൻ ഒറ്റപ്പെടൂല. എനിക്ക് ജോലി ചെയ്ത് എൻ്റെ മക്കളെ വളർത്താനറിയാം. നാട്ടിലുള്ള റിലീഫ് പ്രവർത്തകർ എൻ്റെ വീട്ടിലേക്ക് കിറ്റുമായി വരണ്ട, ഞാൻ പണിയെടുത്തോളാം എന്ന് ആത്മാഭിമാനത്തോടെ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ മക്കൾ ഉണ്ടാക്കി. നിങ്ങളുടെ പണം വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുക. ഒന്ന്, അതിലേറ്റവും നല്ല സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കണം. ഏറ്റവും ഫീസുള്ള സ്കൂൾ തന്നെ തിരഞ്ഞെടുക്കണം. സ്കൂളിന്റെ ഫീസല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. ചെർക്കള ടൗണിൽ പോയിട്ട് 800 രൂപയും 700 രൂപയ്ക്ക് അക്കൂറക്കും മാഞ്ചിക്കും ആവോലിക്കൊക്കെ കൊടുത്തു വാങ്ങുന്ന ആളുകള്, ആഴ്ചയിൽ 1-2 തവണ 1000ഉം 2000 കൊടുത്ത് മീൻ വാങ്ങുന്ന രക്ഷിതാക്കള് സ്കൂളിൽ പോയിട്ട് 100 രൂപയ്ക്ക് ബാർഗെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത് നാണമാണ്. സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിന് ബാർഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞത് അതിനേക്കാളും വിചിത്രമായ, അതിനേക്കാളും മോശമായ ഒരു ആറ്റിറ്റ്യൂഡ് പറയണ്ടോ? എന്നാൽ ഇവരാണ് രാവിലെ പോയിട്ട് അക്കൂറ വാങ്ങിക്കാൻ മത്തി വാങ്ങിച്ചൂടെ 100 രൂപ കൊടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ 700-800 കൊടുത്തിട്ട് അക്കൂറ വാങ്ങിക്കണോ? ആവോലി വാങ്ങിക്കണോ? എവിടെയാണ് ക്വാളിറ്റി ഉള്ളത്? ക്വാളിറ്റിയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുക. പഠിപ്പിക്കുമ്പോൾ സ്കൂളുകൾ റാഗിങ്ങുകൾ കൊണ്ട് പ്രയാസപ്പെടാണ്. കണ്ടില്ലേ എത്ര മരണമാണ് റാഗിങ്ങുകൾ. ഈ അടുത്ത് 20ാം നിലയിൽ നിന്ന് ഒരു കുട്ടി ചാടി മരിക്കുകയാണ്. എന്തിന്? റാഗ് ചെയ്തു. സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തു. ഇന്നൊരു വാർത്ത കണ്ടു, കോമ്പസ് കൊണ്ട് ലൈംഗിക അവയവങ്ങളിൽ വരെ കുത്തിവലിച്ചു. ടെമ്പിൾസ് കൊണ്ട്, ജിമ്മിന് ഉപയോഗിക്കുന്ന, വർക്കൗട്ടിന് ഉപയോഗിക്കുന്ന ടെമ്പിൾസ് കൊണ്ട് ആന്തരിക അവയവങ്ങളിൽ വരെ ഇടിച്ച് പരിക്കുണ്ടാക്കി. ഇതൊക്കെയാണ് ഈ ലിബറലിസം സമൂഹത്തിന് സമർപ്പിച്ചത്. യുക്തിവാദം ലോകത്തിന് കൊടുത്ത കോൺട്രിബ്യൂഷനാണിത്. ഒരു 10 വർഷം മുമ്പൊന്നും ഇത് ഉണ്ടായിട്ടില്ല. പരിശുദ്ധ ദീൻ ഇസ്ലാം പ്രാക്ടിക്കൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമ്പോ, മതം ഉൾക്കൊള്ളുന്ന ജനങ്ങൾ ഉണ്ടാകുമ്പോ ഈ തോന്നിവാസങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ യുക്തിവാദവും ലിബറലിസവും നിരീശ്വരവാദികളും നവനാസ്തികരൊക്കെ ഇവിടെ വ്യാപകമായപ്പോഴുണ്ടായ വലിയ അപകടമാണ് റാഗിങ്ങുകള്. അപ്പൊ നമ്മുടെ മക്കളുടെ ജീവൻ നമ്മൾക്ക് വിലപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്കൂൾ ഏതാവണം? നിന്ന് പഠിക്കുന്ന സ്ഥാപനങ്ങളായാലും റെസിഡൻഷ്യൽ ആണെങ്കിലും ഡേ സ്കൂളുകളാണെങ്കിലും ഒരു കുട്ടി നമ്മൾക്ക് ധൈര്യമായി സ്കൂളിൽ പോയി തിരിച്ചു വരാൻ കഴിയുന്ന രൂപത്തിലുള്ള സ്കൂളുകളെ നമ്മൾ തിരഞ്ഞെടുക്കണം. എന്താണ് നമ്മുടെ സ്കൂളുകളിലൊക്കെ സെന്റ് ഓഫുകളിൽ നടക്കാറുള്ളത്? ഇതൊന്നും പറയണ്ടല്ലോ, ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. നമ്മളൊക്കെ നാട്ടുകാരാണ്, നമ്മളൊക്കെ ഇത് കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഒരു സെന്റ് ഓഫ് വന്നാൽ കളറുകൾ കൊണ്ട് മക്കളെ റോഡിന്റെ സൈഡുകളിലും ഇരുവശങ്ങളിലും ശണ്ട കൂടുന്നവർ വേറെ, ഇടകലർന്ന് തോന്നിവാസങ്ങൾ ചെയ്യുന്നവർ വേറെ, പിന്നെ പടക്കങ്ങളും മറ്റു ചില പൗഡറുകളും ചില കളറുകൾ ഉപയോഗിച്ച് കാണിക്കുന്ന പേക്കൂത്തുകൾ വേറെ. നിയന്ത്രിക്കാൻ ആരുമില്ല. ആരെങ്കിലും ചോദിച്ചാല് സ്വന്തം രക്ഷിതാവ് ചോദിച്ചാണ്, എന്റെ മോള് ചെയ്താൽ നിനക്കെന്താ പ്രശ്നം?
മക്കളെ പേടിക്കുന്ന പേരൻസ് ഉണ്ടാവുന്ന കാലം ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ചെർക്കളയിൽ നിന്ന് എന്നോട് പറഞ്ഞതാണ്. ഞങ്ങളൊന്നും മിണ്ടാറില്ല. ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചാല് ആ കുട്ടിയുടെ ഉപ്പ വന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്താ കുഴപ്പം, എൻ്റെ മോളല്ലേ. പിന്നെ ആരാ ചോദിക്കുക? പിന്നെ കുട്ടികൾക്ക് തിരിച്ചൊരു ചോദ്യം, നിങ്ങളൊക്കെ തന്ത വൈബാണ്, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിക്കാൻ പോയാല് നിങ്ങൾ തന്ത വൈബാണ്. പിന്നെ ആരെങ്കിലും തിരിച്ചങ്ങോട്ട് ചോദിക്കാൻ ഉപദേശിക്കാൻ പോകുമോ? കുട്ടികൾ പറയാൻ തുടങ്ങി. ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും തോന്നിവാസം കാണുമ്പോൾ ചോദിക്കാൻ പോയാല് നിങ്ങൾക്ക് തന്ത വൈബാണ്. 2023 ഈ കേരളക്കര മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ച പദമാണ് തന്ത വൈബ്. ഏറ്റവും കൂടുതൽ 2023 ഉപയോഗിച്ച പദമാണ് തന്ത വൈബ് എന്നുള്ളത്. ഇങ്ങനെയാണ് ആരെയും നന്മ കൊണ്ട് ഉപദേശിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറി, നന്മ കൽപ്പിക്കാൻ പറ്റാത്തൊരു കാലമായി മാറി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണ് മോറൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നത്, ധാർമ്മിക മൂല്യങ്ങൾ കീപ്പ് ചെയ്യുന്നത്, ഇസ്ലാമിക അന്തരീക്ഷമുള്ളത്, ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസമുള്ളത്? ഫീസ് നമ്മൾ കമ്പയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് സ്കൂളുകള്, സ്ഥാപനങ്ങള് ഇഷ്ടംപോലെ ഉണ്ടാകും. ഒരു സ്വിഫ്റ്റിനെയും ഒരു മിനി കൂപ്പറിനെയും നമ്മൾ കമ്പയർ ചെയ്യണം. സ്വിഫ്റ്റ് കൊണ്ടുപോയി ഇടിച്ച പപ്പടമാകും, എന്നാൽ മിനി കൂപ്പർ ഇടിച്ച ഒരു പരിക്കുണ്ടാവില്ല. എന്തുകൊണ്ട്? കൊടുക്കുന്ന പൈസയുടെ വാല്യൂ ആണിത്. എന്നാൽ ഒരു തീരെ 10,000 കൊടുത്താലും സ്കൂൾ ഉണ്ടാകും, 1 ലക്ഷം കൊടുക്കുന്ന സ്കൂൾ ഉണ്ടാകും. എന്താ അവിടുത്തെ വ്യത്യാസം? അവിടുത്തെ ഫാക്കൽറ്റികളായിരിക്കും അവിടുത്തെ വ്യത്യാസം. 10,000 രൂപ കൊടുത്താലും ടീച്ചേഴ്സിന് കിട്ടും, എന്നാൽ 50,000 കൊടുത്താലും ചില ടീച്ചേഴ്സ് നിൽക്കൂല, ഞങ്ങൾക്ക് ഇത്ര സാലറി പോരാന്ന് പറയും. നമ്മൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട് സ്കൂളുകളിൽ. നല്ല കഴിവും നൈപുണ്യമുള്ള സ്കൂൾ ടീച്ചേഴ്സ് അവർ ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് റീസൈൻ ചെയ്യാൻ തയ്യാറായാൽ അവരാവശ്യപ്പെടുന്ന സാലറി കൊടുത്ത് നിർത്താറാണ്. കഴിവുള്ളവരെ. കഴിവില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ഡോർ തുറന്നു കൊടുത്ത് പൊയ്ക്കോളി എന്ന് പറയുന്നു. ഡോർ ഇങ്ങനെ തുറന്നു കൊടുക്കും. അപ്പൊ ഏറ്റവും നല്ല ഫാക്കൽറ്റി, അപ്പൊ അവർക്ക് നല്ല സാലറി കൊടുക്കേണ്ടി വരും, അപ്പൊ ഫീസ് കൂട്ടേണ്ടി വരും. അപ്പോഴാണ് കുട്ടികളിൽ ക്വാളിറ്റി ഉണ്ടാവുക. നല്ല ടീച്ചേഴ്സ് ഉണ്ടാകുമ്പോഴാണ് മക്കൾ ഇന്റലക്ച്വൽ ആവുക. നല്ല വായനയുള്ള അധ്യാപകരുണ്ടാകുമ്പോഴാണ് ബുദ്ധിജീവികളായ മക്കൾ വളരുന്നത്. ക്രിയേറ്റിവിറ്റിയുള്ള ടീച്ചേഴ്സ് ഉണ്ടാകുമ്പോഴാണ് മക്കൾക്ക് പുതിയ പുതിയ കഴിവുകൾ ഉൾക്കൊള്ളാനും അവർ ക്രിയേറ്റീവ് തിങ്കിങ് ചെയ്യുന്ന ആളുകളായിട്ട് മക്കൾ മാറുന്നത്. അപ്പൊ പണം എന്തിനുള്ളതാണ്? മക്കളെ പഠിപ്പിക്കാനുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് കുറെ അക്കൂർ തിന്നാനുള്ളതല്ല. അക്കൂറിനടുത്ത് മത്തി തിന്ന ഒന്നും നഷ്ടപ്പെടാനില്ല എന്നല്ല, ലാഭം മത്തി തിന്നലാണ്. ഒക്കിനോവ എന്ന് പറയുന്ന ജപ്പാനിലെ 130 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു നാട്, ആ നാടിന്റെ രഹസ്യം അന്വേഷിച്ച് 2 റിസർച്ച് വിദ്യാർത്ഥികൾ പോയപ്പോ അവരുടെ ഭക്ഷണ ശൈലിയിൽ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മത്തി തിന്നുന്നു എന്നുള്ളതാണ്. മത്തി ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾക്ക് മത്തി ഇഷ്ടമല്ല, നമുക്ക് അക്കൂറ വേണം. അതാണ് കൊളസ്ട്രോളും ഫാറ്റും പല പ്രശ്നങ്ങളും നമ്മുടെ തടിയിൽ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രോട്ടീൻ ജിമ്മിന് പോകുന്ന, വർക്കൗട്ടിന് പോകുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു മീനാണ് മത്തി എന്ന് പറയുന്നത്. പക്ഷെ ഇഷ്ടമല്ലായിരിക്കും. ചെറിയ പൈസ ആയതുകൊണ്ട് മത്തിക്കെങ്ങാനും 1000 ആയാല് ഇവിടെ അടിപിടി കൂടി വാങ്ങും ആളുകൾ. പൈസ കുറച്ചാകുമ്പോൾ മത്തി വേണ്ട. ഏറ്റവും ഒരു മനുഷ്യന് ജീവിതത്തിൽ ഹെൽത്തിന് ഏറ്റവും ഉപകാരപ്രദമായ മത്സ്യമാണ് മത്തി. നമ്മൾ മനസ്സിലാക്കണതൊക്കെ അക്കൂറ് ആവലൊന്നുമല്ല, മത്തിയാണ് ഏറ്റവും നല്ലത്. അപ്പോ ജപ്പാനിലെ ആ നാട്ടുകാർ 130 വയസ്സ് വരെ ജീവിക്കുന്ന ആളുകൾ സ്ഥിരമായി കഴിക്കാറുള്ള ഒരു മത്സ്യം മത്തിയാണ്. അപ്പൊ സമ്പാദ്യം എന്തിനാ ചെലവഴിക്കേണ്ടത്? അക്കൂറുന്നാനല്ല, മക്കളെ പഠിപ്പിക്കാൻ ചെലവഴിക്കണം. ഏറ്റവും നല്ല സ്കൂൾ തിരഞ്ഞെടുക്കണം. പിന്നെയോ നിങ്ങളുടെ എന്റർടൈൻമെന്റ് വേണം, നിങ്ങളുടെ ആസ്വാദനങ്ങൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിരന്തരമായി യാത്ര ചെയ്താൽ 60 വയസ്സ് വരെയാണ് ആയുസ്സെങ്കിൽ ആ ആയുസ് 70ലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മുടെ മൈൻഡ് പോലെയാണ് നമ്മുടെ ജീവിതം. ഞാൻ ഇപ്പൊ നാളെ മരിക്കുന്നു വിചാരിച്ചാൽ നാളെ മരിക്കും. നിങ്ങൾ എനിക്ക് 5 കൊല്ലം മുന്നോട്ട് പോകില്ല തോന്നിയാൽ 5 കൊല്ലം കൊണ്ട് നിങ്ങൾ മരിച്ചു പോകും. അതിനോടൊപ്പം നിങ്ങൾ മുന്നോട്ട് പോകില്ല. ഞാൻ ഇനിയും ഒരു 10-20 വർഷം ജീവിക്കുമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് 20 വർഷം ജീവിക്കാൻ കഴിയും. അപ്പൊ ഒരു മനസ്സിനാവശ്യമായ വ്യായാമം കൊടുക്കണം, ഒരു മനസ്സിനാവശ്യമായ എന്റർടൈൻമെന്റ് കൊടുക്കണം, പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ആ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പുസ്തകം വായിക്കണം. പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങൾ വികസിക്കും. തടിക്ക് ഇവിടെ രോഗമുണ്ടോ, ഇവിടെ രോഗമുണ്ടോ, ഇവിടെ വേദന ഉണ്ടോ എന്ന് ചിന്തിക്കാൻ സമയം കിട്ടൂല. നിങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ
അബ്സോർബ് ചെയ്ത് ഇങ്ങനെ തുടങ്ങും, പുതിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും, വികസിക്കും നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ആയുസ് കൂട്ടിക്കിട്ടും. ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, വിശ്രമമില്ലാതെ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എഴുതി വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് 5 വയസ്സല്ല 10 വയസ്സ് ആയുസ് കൂടും നിങ്ങൾ നിരന്തരമായി വായിച്ചാൽ. അതേപോലെ യാത്ര ചെയ്താൽ ഒരു രാജ്യത്തിൽ നിന്ന് അടുത്ത രാജ്യം, അത് കഴിഞ്ഞ് അടുത്ത രാജ്യം, ഒരു വർഷത്തിൽ 1 or 2 രാജ്യമെങ്കിലും നിങ്ങൾ യാത്ര ചെയ്ത് ലോകം മുഴുവനും നിങ്ങൾ കാണണം. ഇത് ഖുർആൻ പറഞ്ഞതാണ്. സീറൂ ഫിൽ അർളി, ഭൂമി മുഴുവനും നിങ്ങൾ സഞ്ചരിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹജ്ജത്തുൽ വദാ കഴിഞ്ഞപ്പോൾ മഹാന്മാരായ സ്വഹാബാക്കൾ, 1 ലക്ഷക്കണക്കിന് സ്വഹാബാക്കളുണ്ട്. ആ 1 ലക്ഷക്കണക്കിന് സ്വഹാബാക്കളോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫല്യുബല്ലിഗുശ് ഷാഹിദു അൽ ഗായിബ്, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം ഇത് എത്താത്ത നാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. 1 ലക്ഷത്തി ജില്ലാനം സ്വഹാബാക്കളുണ്ട്. 23 വർഷത്തിന്റെ കാലയളവിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങള് എന്തൊക്കെയാണോ പറഞ്ഞത്, ഈ പരിശുദ്ധമായ ദീൻ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ സ്വഹാബാക്കൾ നാട് നീളെ യാത്ര ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് സ്വഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സൗദി അറേബ്യയിലാണ്. അത് അവർ ജനിച്ച മണ്ണാണ്, അവിടെ കിടക്കുന്നു അവർ. വേറെ ചില ആളുകൾ സിറിയയിലാണ്, ഇന്നത്തെ സിറിയയിലാണ് വേറെ ചില ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിൽപ്പെട്ട മഹാനായ ബിലാൽ ഇബ്നു റബാഹ തങ്ങൾ സിറിയയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് അന്ത്യവിശ്രമം കൊള്ളുന്നത് സിറിയയിലാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സിറിയയിലാണ്. എന്തേ? മക്കയിൽ ജനിച്ചവര് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള സിറിയയിലെത്തിയത്, യാത്ര ചെയ്തതാണവർ. അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി യാത്ര പോയവരാണ്. പിന്നെയോ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജോർദാനിലാണ്. എവിടെയാ ജോർദാൻ ഉള്ളത്? ഫലസ്തീനിനോട് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന മണ്ണാണ് ജോർദാൻ എന്ന് പറയുന്നത്. സെയ്ദ് ഇബ്നു ഹാരിസ തങ്ങളുള്ളത് ജോർദാനിലാണ്. അബ്ദുല്ലാഹ് ഇബ്നു റബാഹ തങ്ങളുള്ളത് ജോർദാനിലാണ്. ഒരു യുദ്ധത്തിന് വന്നവർ അവരുടെ ഷഹീദായതാണ്. മഹാനായ സൽമാനുൽ ഫാരിസി എന്ന് പറയുന്നത് പേർഷ്യക്കാരനായ സ്വഹാബിയാണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇറാഖിലാണ്. ഇറാഖ് വളരെ ദൂരത്താണ് സൗദിയിൽ നിന്ന്. അതേപോലെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബസ്രയിലാണ്, ഇറാഖിലെ ബസ്രയിലാണുള്ളത്. മഹാനായ ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു ഉള്ളത് പലസ്തീനിലാണ്. പ്രിയപ്പെട്ടവരെ, അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ കേട്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മദീനയിൽ പോയപ്പോ നബി തങ്ങൾക്ക് സ്വീകരണം നൽകിയ വീടാണ് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരിയുടെ. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് യൂറോപ്പിന്റെ ഭാഗമായ തുർക്കിയിലാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ അംർ ഇബ്നു ആസ് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലാണ്. ഉഖബത്ത് ഇബ്നു നാഫി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലാണ്, ടുണീഷ്യയിലാണ്. മഹാനായ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് മാലിക് ദിനാർ കാസർഗോഡിലാണ്, കേരളക്കരയിലാണ്. എങ്ങനെയാണ് മദീനയിലും മക്കയിലുമെല്ലാം ജനിച്ചവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിയത്? സീറോ ഫിൽ അർളി, നിങ്ങളെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ചതഞ്ഞുകൂടിയിരിക്കേണ്ടവരല്ല. കബിയേനോ ജവാൻ മുസ്ലിം तदब्बर भी किया तूने, वो क्या घर दोनता तू जिसका है एक टूटा हुआ तारा, तुझे आबा से अपने कोई निस्बत हो नहीं सकती, कि तू गुफ्तार वो किरदार तू साबित व सയ്യാറാ. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തൂ സാബിത്ത്, നിനക്ക് നിന്റെ വീടും പള്ളിയും മതി, പുറം ലോകം അറിയണ്ട, ലോകത്തെന്ത് നടക്കുന്നു എന്നറിയണ്ട. ഈ സന്ദേശവുമായി ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് പോകണമെന്ന താല്പര്യമില്ല. തൂ സാബിത്ത്, നീ ഇങ്ങനെ ചതഞ്ഞുകൂടി ഒരു സ്ഥലത്തിരിക്കുന്നവനാണ്. ഇതുപോലെ പോലീസ് സ്റ്റേഷന്റെ പരിസരങ്ങളിൽ കുന്നുകൂടിയ കാറുകൾ പോലെ, വാഹനങ്ങൾ പോലെ. വെറുതെയല്ല നമ്മൾക്ക് തുരുമ്പ് പിടിക്കുന്നത്, വെറുതെയല്ല ഹോസ്പിറ്റലുകൾ നിറക്കുന്നത്. അതുകൊണ്ട് പോ സയ്യാറാ, നമ്മൾ മാതൃകയാക്കേണ്ടത് മഹാന്മാരായ സ്വഹാബാക്കളെയാണ്. അവർ നിരന്തരമായി യാത്ര ചെയ്തവരാണ്. അവരിൽ രോഗികളില്ല, അവർക്ക് അസുഖങ്ങളില്ല. 2 മാസം അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് ഒരു ഡോക്ടർ വന്നിട്ട് ക്ലിനിക്ക് തുടങ്ങിയിട്ട് ഒരു രോഗിയെ പോലും സന്ദർശിക്കാൻ, ഒരു രോഗിയെ പോലും ചികിത്സിക്കാൻ കിട്ടാത്ത സാഹചര്യമുണ്ടായപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് അയാൾ വന്ന് പറയുന്നുണ്ട്, നബിയേ, 2 മാസമായിട്ട് ഞാൻ ഇവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഒരു രോഗി പോലും
വരുന്നില്ലല്ലോ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. എങ്ങനെയാണ് അവർക്ക് രോഗം ഉണ്ടാവുക? അവർ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ്, അവർ വ്യായാമം ചെയ്യുന്നവരാണ്, അവർ ചിന്തിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എന്റെ ശബ്ദം ശവിക്കുന്ന ഓരോ ചെറുപ്പക്കാരോട്, ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ സ്വറ പറഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മുടെ സമയം, വെറുതെ കഥ പറഞ്ഞു തീർക്കാനുള്ളതല്ല സമയം. നമ്മുടെ സമ്പാദ്യങ്ങൾ എന്നുള്ളത് അടിച്ചു പൊളിച്ചു തീർക്കാനുള്ളതല്ല, എന്തെങ്കിലും നന്മകൾ ചെയ്യാനുള്ളതാണ്. സമൂഹത്തിന് വേണ്ടി ബാക്കി വെക്കണം. മരിക്കുമ്പോ ഒരടയാളമെങ്കിലും ബാക്കി വെച്ച് മരിച്ചു പോകാൻ കഴിയണം. നിങ്ങളോട് നിങ്ങളുടെ ഉപ്പാപ്പയുടെ പേര് ചോദിച്ചാൽ ആർക്കാ പറയാൻ കഴിയാ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയാൻ കഴിയും. ഉപ്പാപ്പാന്റെ പേര് ചോദിച്ചാല് ഉപ്പാന്റെ പേര് എല്ലാവർക്കും അറിയില്ലേ? ഉപ്പാന്റെ പേര് എല്ലാവർക്കും അറിയാം, ധാരാട്ടുന്നുണ്ട്. ഉപ്പാപ്പാന്റെ പേര് അതും അറിയാം. എന്നാൽ ഉപ്പാപ്പാന്റെ പേര് അറിയോ? അതറിയുന്നവര് കൈപ്പൊക്കെ. ഉപ്പാപ്പയുടെ ഉപ്പാപ്പ ഒരാള്, രണ്ടാള്. ഉപ്പാപ്പാന്റെ പേര് അറിയുന്ന 2-3-4 ആളുകളുണ്ട്. ഇനി അതും പോട്ടെ, ഉപ്പാപ്പാന്റെ പേര് അറിയുന്നവർ ഒരു 6 ജനറേഷൻ അപ്പുറത്തേക്ക് ആർക്കെങ്കിലും അറിയോ? ഇല്ല. ഇവർ നമ്മുടെ ബ്ലഡ് ആയിരുന്നു, അവർ നമ്മുടെ രക്തമായിരുന്നു. ആ ഉപ്പയിൽ നിന്ന് മോനുണ്ടായി, ആ മോനിൽ നിന്ന് അടുത്ത മോനുണ്ടായി, ആ മോനിൽ നിന്ന് അടുത്ത മോനുണ്ടായി, ആ മോനിൽ നിന്ന് അടുത്ത മോനുണ്ടായി, പിന്നെ നമ്മളുണ്ടായി. എന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ശൃംഖലയെ നമ്മൾക്ക് അറിയുന്നില്ല. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ നിങ്ങൾക്ക് അറിയോ? കേട്ടിട്ടുണ്ടോ? ബുഖാരി തങ്ങളെ കുറിച്ച് അറിയുന്നവർ കൈബുക്ക്. ബുഖാരി എന്ന് പദം കേട്ടവരൊന്ന് കൈബുക്ക്. ഇമാം ബുഖാരി തങ്ങളെ കുറിച്ച് കേട്ടവർ കുറെ ആളുകളുണ്ട്. കുറെ ആളുകൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഇമാം ബുഖാരിയെ കുറിച്ച്. ഇമാം മുസ്ലിം തങ്ങളെ കുറിച്ച്, ഗസാലി ഇമാമിനെ കുറിച്ച് കേട്ടവർ കൈബുക്ക്. ഗസാലി ഇമാം നമ്മൾ ഉപ്പാപ്പയാണോ? ഉപ്പാന്റെ ഉപ്പാനോ? ഉപ്പാന്റെ ഉപ്പാപ്പയാണോ? പാപ്പാന്റെ ഉപ്പാപ്പയാണോ? നമ്മുടെ നാട്ടുകാരനാണോ? നമ്മുടെ കുടുംബക്കാരനാണോ? ഒന്നുമല്ല. അവർക്ക് 1000 വർഷം മുമ്പ് 1200-ഉം 1300 വർഷം മുമ്പ് മരണപ്പെട്ടു പോയവർ നമ്മുടെ നാട്ടുകാർ പോലുമല്ല. ചില ആളുകൾ ബഗ്ദാദാണ്, ചില ആളുകൾ ഉസ്ബെക്കിസ്ഥാനാണ്. ബുഖാരി ഇമാം ഉസ്ബെക്കിസ്ഥാനിലാണ്. 20-ാം തീയതി ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നുണ്ട്, ബുഖാറയിൽ. മഹാനായ ഇമാം ബുഖാരി തങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ പലപ്പോഴും പല ആളുകളെ ക്ഷണിക്കാറുണ്ട് യാത്ര ചെയ്യുമ്പോൾ. എന്തിന്? നാടുകൾ എക്സ്പ്ലോർ ചെയ്യാൻ. താല്പര്യമില്ല, പണമില്ലായിട്ടൊന്നുമില്ല, പണം ചെലവഴിക്കാൻ താല്പര്യമില്ല. പിന്നെ ഈ പണം എന്താ ഉണ്ടാവുക? മക്കള് ശണ്ട കൂടും. മരിച്ചു കഴിഞ്ഞാല് എനിക്ക് വേണം എന്ന് പറഞ്ഞ് മക്കള് തല്ലുകൂടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ പണം കൊണ്ട്? ആ സമയത്ത് ഈ രാജ്യങ്ങൾ, ലോക രാജ്യങ്ങൾ സഞ്ചരിച്ചുകൂടെ? ബുഖാറ, താഷ്കന്ത്. അപ്പൊ പണം എന്നുള്ളത് അക്കൗണ്ടിലിട്ട് വെച്ചിട്ടും കുറെ സ്ഥലം വാങ്ങിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ്, ഹലാലായ രീതിയിൽ ആസ്വദിക്കാനുള്ളതാണ്. മഹാനായ ഇമാം ബുഖാരി തങ്ങൾ നമ്മുടെ കുടുംബക്കാരനല്ല, ഗസാലി ഇമാം നമ്മുടെ കുടുംബക്കാരനല്ല. ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് കേട്ടില്ലേ? അറിയാത്ത ആളുണ്ടോ ഷാഫി ഇമാമിനെ കുറിച്ച്? അപ്പൊ ഷാഫി ഇമാം നമ്മുടെ കുടുംബക്കാരല്ല, എന്നിട്ട് നമുക്ക് ഇവരെ കുറിച്ചൊക്കെ അറിയാം. എന്തുകൊണ്ട്? അവർ മരിക്കുമ്പോൾ ചില അടയാളങ്ങൾ ഇവിടെ ബാക്കി വെച്ച് മരിച്ചു എന്നതാണ് അവരെ നമ്മൾക്കറിയാനുള്ള കാരണം. നമ്മുടെ സ്വന്തം ഉപ്പാപ്പ ഇവിടെ ഒരു അടയാളം ബാക്കി വെക്കാത്തത് കൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഉപ്പാപ്പാന്റെ പേരറിയില്ല. മനസ്സിലാക്കണം. ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ ഉപ്പാപ്പാന്റെ പേരറിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉപ്പാപ്പാന്റെ പേരറിയാത്തതുപോലെ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നറിയോ? ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പൊടിപ്പുള്ളത് ഒരുമിച്ച് കൂടെ ഞാനടക്കമുള്ള നിങ്ങൾ, ഇബ്രാഹിം എന്ന് പറയുന്ന ഞാൻ മരിച്ചാല് എന്റെ മക്കളെ കാലം കഴിയും, അവരുടെ മക്കളെ കാലം കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഇബ്രാഹിമിനെ കുറിച്ച് അറിയാന്ന് വെച്ചാല് അമ്മോ ആരാന്ന് ചോദിക്കും. എന്നറിയില്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരടയാളം ബാക്കി വെച്ചു പോയാലേ എന്നെ അറിയുള്ളൂ. അല്ലെങ്കിൽ ചരിത്രത്തിന്റെ യവനികയുടെ അപ്പുറത്തേക്ക് നമ്മളെ പുറന്തള്ളപ്പെടും. ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ഇബ്രാഹിമും സിദ്ദീഖും മുഹമ്മദും എല്ലാരും പോകും. നമ്മുടെ സ്വന്തം പേരക്കുട്ടികൾക്ക് പോലും നമ്മുടെ പേരറിയില്ല. അഥവാ ഈ ജീവിക്കുന്ന നമ്മൾ 100 വർഷം അപ്പുറം കഴിഞ്ഞാൽ ചരിത്രത്തിൽ നമ്മളില്ല. നമ്മുടെ വീട് നമ്മളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും, മക്കളെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും, നമ്മളുണ്ടാക്കിയ വീട്. പക്ഷേ നമ്മളില്ല. ചരിത്രത്തിൽ നമ്മുടെ പേര് ഒരു തവണ പോലും പരാമർശിക്കപ്പെടൂല. ഒരു തവണ പോലും. നമ്മൾ ഉണ്ടാക്കിയ വീട് അവർ പൊളിച്ച് അതേ സ്ഥലത്ത് പുത്തൻ വീടുണ്ടാക്കിയിട്ടുണ്ടാകും, എന്നാലും ഒരു തവണ പോലും നമ്മുടെ പേര് അവർ പരാമർശിക്കൂല. കാരണം എന്തേ? ഒരടയാളം പോലും നമ്മളിവിടെ ബാക്കി വെക്കുന്നില്ല. നമ്മുടെ ചിന്ത എന്താ? നമ്മളിങ്ങനെ കുറച്ചു കാലം ഗൾഫിലോ നാട്ടിലോ പണിയെടുത്ത് മക്കളെ കട്ടിച്ചു കൊടുക്കണം, പിന്നെ അങ്ങോട്ട് പള്ളിക്കൊന്നും ഇരിക്കണം. അതിനപ്പുറം കൂടുതൽ ചിന്ത ആർക്കുള്ള?
അതിനപ്പുറത്തേക്കുള്ള ചിന്തയാർക്കാണുള്ളത്? പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ചിന്തയെല്ലാം ഒന്ന് മാറണം. നമ്മൾക്ക് ഉമ്മമാരെ, നിങ്ങൾക്കും വലിയ ഇതിഹാസങ്ങളാകാൻ കഴിയും. ബുഖാരി ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ ബുഖാരി ഇമാമിന്റെ ഉമ്മയെ കുറിച്ച് പരാമർശിക്കാറുണ്ട്. ഇമാമുന ശാഫിഈ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മാതാവിന് ദുആ ചെയ്യാത്ത ഒരു സ്ഥലം, ഒരു പണ്ഡിതന്മാര് പോലും ലോകത്തില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ചും ഷൗക്കത്ത് അലിയെ കുറിച്ചൊക്കെ പറയുമ്പോ അവരുടെ മാതാവായ ബിയുമ്മയെ കുറിച്ച് പറയാത്ത പ്രഭാഷണങ്ങളില്ല. എന്തേ ബിയുമ്മ ഇങ്ങനെ അനുസ്മരിക്കപ്പെടുന്നത്? സുഫിയാനു സൗരിയുടെ മാതാവ് അനുസ്മരിക്കപ്പെടുന്നത്, ഷാഫി ഇമാമിന്റെ മാതാവ് അനുസ്മരിക്കപ്പെടുന്നത്, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മാതാവ് അനുസ്മരിക്കപ്പെടുന്നത്, അവരെല്ലാം ലോകത്തിന് ഇതിഹാസങ്ങളെ സമർപ്പിച്ചത് കൊണ്ടാണ്. ഒരു ഇതിഹാസം വെറുതെ ഉണ്ടാകുന്നതല്ല, ഉമ്മമാരുടെ അധ്വാനത്തിലൂടെയാണ് ഒരു ഇതിഹാസം ജനിക്കുന്നത്, ഒരു ഇതിഹാസം ഉണ്ടാകുന്നത്. ഉമ്മമാരെ, കൃത്യമായ ഒരു തീരുമാനം, ഒരു ഡിറ്റർമിനേഷൻ നിങ്ങൾക്കുണ്ടാവണം. നിങ്ങളിങ്ങനെ മൊബൈലിൽ കളിച്ചിരിക്കുന്ന ഉമ്മമാരാണെങ്കിൽ നിങ്ങളുടെ മക്കൾ പാഴ്ചെടികളായി മാറും. ഒരു ഉപകാരമില്ലാത്ത, ഉപയോഗശൂന്യമായ പാഴ്ചെടികളായി നമ്മുടെ മക്കൾ മാറും. വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് അങ്ങനെയാണ്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല ഉമ്മമാരിൽ നിന്ന് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള മക്കൾ ഉണ്ടാകും, പ്രൊഡക്റ്റീവായ മക്കള്. അങ്ങനെ പേര് പറയാൻ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് ഒരു പ്രൊഡക്റ്റീവാണെന്ന് പറയാൻ, ആളുകളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ? നമ്മുടെ ചെർക്കളയിൽ എത്ര പേരുണ്ട് ഇത് ചെർക്കളക്കാരനാണെന്ന് ആത്മാഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ ഉമ്മമാരെ നമ്മുടെ മക്കളുണ്ടോ? ആലോചിച്ചോക്ക്, നമ്മുടെ മക്കളുണ്ടോ? ഏതെങ്കിലും ഒരു ഉമ്മയുടെ മക്കളെ പുറത്തുനിന്ന് കാലിക്കറ്റ് നിന്ന് വരുന്ന ഒരാളുടെ മുമ്പിൽ ഇത് എന്റെ മോന ചെർക്കളക്കാരനാ എന്ന് പറയാൻ ആത്മാഭിമാനത്തോടെ കാണിച്ചു കൊടുക്കാൻ നമ്മളൊരു കുഞ്ഞിനുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞുതിരിയാണ്. രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ ടർഫിലും മൈതാനങ്ങളിലും അലഞ്ഞുതിരിയാണ്. വാത് കഴിഞ്ഞിട്ട് 2 മണിക്കും 3 മണിക്കൊക്കെ ചെർക്കള ടൗണിലൂടെ പാസ്സാകുമ്പോ അവിടെയുണ്ട് നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഇങ്ങനെ വെറുതെ സൊറ പറഞ്ഞിരിക്കുക. 20 വയസ്സുകാരൻ, 25 വയസ്സുകാരൻ, 30 വയസ്സുകാരൻ, 40 വയസ്സുകാരനൊക്കെ രാത്രി 3 മണിക്കും 2 മണിക്കൊക്കെ വീട്ടിൽ കയറാതെ, വീട് കൂടാതെ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകള്. ഇതൊന്നും നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു പ്രശ്നമേ അല്ല. പിന്നെങ്ങനെയാണ് ഇതിഹാസങ്ങൾ ഉണ്ടാവുക? അപ്പൊ ചിന്തയില്ലാത്ത ഉമ്മമാരിൽ നിന്ന് ഉപകാരമില്ലാത്ത പാഴ്ചെടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും അനുസ്മരിക്കുന്ന, നമ്മളെല്ലാവരും ഓർക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെർക്കളം അബ്ദുള്ള സാഹിബ് എന്ന് പറയുന്നത്. ഞാൻ പല നാട്ടിൽ പോയാലും എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുള്ളത് ചെർക്കളത്താണ്. അപ്പൊ അവരെന്നോട് ചോദിക്കും, ചെർക്കള അബ്ദുള്ളയുടെ നാടല്ലേ? അങ്ങനെ പറയുന്നൊരു മോൻ ഇവിടെ ഉണ്ടാകണം. അവരുടെ കാലശേഷം ഇനി ഒരാളില്ല എന്ന് പറയരുത്. അങ്ങനെ പറയാനുള്ള ഒരാളുണ്ടാകണം. ചെർക്കള അബ്ദുള്ളയുടെ നാടല്ലേ എന്ന് എല്ലാ നാട്ടുകാർക്കും മൂപ്പരറിയാ. എന്തുകൊണ്ട്? മുസ്ലിം ലീഗിന് മാത്രമല്ല, സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ കൂടെ ഉറച്ചു നിന്ന് രാഷ്ട്രീയ മേഖലയിലും അതേപോലെ സംഘടന മേഖലയിലും സജീവമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ആ മനുഷ്യനെ. അത് മാത്രമല്ല, ആർജവമുള്ള കമാൻഡിംഗ് പവറുള്ള ഒരു ലീഡറായിരുന്നു മഹാനായ ചെർക്കള അബ്ദുള്ള. അതുപോലെ ഒരു കമാൻഡിംഗ് പവറുള്ള ലീഡർ ആരാ നമ്മൾക്കുള്ളത്? അങ്ങനെ ഒരു പകരം വെക്കാൻ ആരാ നമ്മുടെ നാട്ടിലുള്ളത്? അങ്ങനെയുള്ള ആർജവമുള്ള, തന്റെ ഇടമുള്ള ലീഡേഴ്സ് ഉണ്ടാവണം, നേതാക്കന്മാരുണ്ടാവണം, പണ്ഡിതന്മാരുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ ഇന്റലക്ച്വലായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങണം. സാമ്പത്തിക ചിന്തയെല്ലാം മാറ്റിവെച്ച് നമ്മുടെ മക്കള് പഠിച്ചു വളരണമെന്നുള്ള ചിന്തയുണ്ടാവണം. എല്ലാ മക്കളും പഠിക്കണമെന്നുള്ള ചിന്തയുണ്ടാവണം. ഏറ്റവും നല്ല സ്ഥാപനങ്ങളിലാണ് നമ്മുടെ മക്കളെ ചേർക്കേണ്ടത്. ഏറ്റവും നല്ല, അഥവാ ഒരു 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരു മാതാവ് തീരുമാനിക്കണം, എന്റെ കുട്ടി സയൻസ് തിരഞ്ഞെടുക്കണോ അതല്ല എന്റെ കുട്ടിയെ കൊമേഴ്സ് തിരഞ്ഞെടുക്കണോ. ഇന്ന് ഞാനൊരു വീട്ടിലേക്ക് പോയി, +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിനിയുടെ, എന്റെ സുഹൃത്തിന്റെ മകളാണ്. +2-ൽ 90% മുകളിൽ സയൻസ് തിരഞ്ഞെടുത്തൊരു കുട്ടി ഇനി എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോവാ. ഒരു പാരഡോക്സാ. സയൻസിൽ 90% മാർക്കുള്ള കുട്ടി എഞ്ചിനീയറിംഗിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാ? ആദ്യം തന്നെ കൃത്യമായൊരു തീരുമാനം പാരന്റ്സിന്റെ ഭാഗത്ത് നിന്നില്ലാത്തില്ല. നീറ്റ് ക്രാക്ക് ചെയ്യണം എങ്കിലേ MBBS പഠിക്കാൻ പറ്റൂ. അല്ലാതെ 2 കോടി കൊടുത്തൊക്കെ MBBS പഠിക്കാന്ന് പറഞ്ഞാല് എല്ലാവർക്കും താങ്ങുന്ന കാര്യമല്ല. നീറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നീറ്റിന് വേണ്ടി പണിയെടുക്കണം. മൊബൈൽ കളിച്ചിരുന്ന നീറ്റ് കിട്ടൂല. നീറ്റ് എക്സാം എന്ന് പറയുന്നത് 25 ലക്ഷം ആളുകൾ എഴുതുന്ന എക്സാമാണ്. 25 ലക്ഷം ആളുകൾ എഴുതുന്ന എക്സാമാണ് നീറ്റ് എക്സാം.
അതിൽ 1 ലക്ഷം ആളുകൾക്കൊക്കെയാണ് ക്രാക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുക. അതിൽ ആദ്യത്തെ റാങ്കുകാർക്കാണ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ അവസരം ഉണ്ടാവുക, പഠിക്കാൻ യൂണിവേഴ്സിറ്റികളിൽ അവസരം ഉണ്ടാവുക. 25 ലക്ഷത്തിൽ 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 25 ആളിൽ ഒരാളാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ റാങ്കുകാർ 1000, 10,000 ആദ്യത്തെ റാങ്കുകാർക്കാണ് വലിയ വലിയ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ സ്ഥാനം ഉണ്ടാവുക. എന്താ നീറ്റ് കിട്ടിയാലുള്ള ലാഭം? 1.5 കോടി അങ്ങോട്ട് ലാഭമാവും. നീറ്റ് കിട്ടിയാൽ 1.5 കോടി. ഒരു കുട്ടിക്ക് MBBS പഠിക്കണമെങ്കിൽ 1.5 കോടി രൂപ വേണം. നീറ്റ് കിട്ടിയില്ലെങ്കിൽ, നീറ്റ് കിട്ടിയാൽ ഫ്രീ ആയിട്ട് പഠിക്കാം, ഡോക്ടർ ആവാം. നീറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? SSLC കഴിഞ്ഞാൽ 2 കൊല്ലം അങ്ങോട്ട് മരിക്കണം, പഠനത്തിൽ അങ്ങോട്ട് മുഴുകണം. സോഷ്യൽ മീഡിയയും ഡാൻസും പാട്ടും നൃത്തവും പുട്ടിയും മേക്കപ്പ് ഒക്കെ മാറ്റിവെച്ചിട്ട് പഠനത്തിൽ അങ്ങോട്ട് ഇൻക്ലൂഡ് ആവണം. നമ്മുടെ ചിന്തകൾ മുഴുവനും പഠനമാവണം. അതിനുവേണ്ടിയാണ് ഇന്നലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ വന്നത്. നീറ്റിന്റെ കോച്ചിങ് സെന്റർ ഉദ്ഘാടനം ചെയ്യാൻ മിൻടച്ചില് പുതിയൊരു നീറ്റിന്റെ കോച്ചിങ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശിലാസ്ഥാപനത്തിന് വേണ്ടിയാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ വന്നത്. മുനീർ സാഹിബ് എന്നെ വിളിച്ചിട്ട് 4 മണിയാകുമ്പോ ഇവിടെ തങ്ങൾ എത്തൂന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല മുനീർ സാഹിബ്, 5 മണിയാവാതെ തങ്ങൾ എത്തൂല. എത്ര മണിക്ക് എത്തിയേ? എന്നോട് അങ്ങനെ പറഞ്ഞു മുനീർ സാഹിബ്. തങ്ങളെ നമ്മളെ പോയി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്യുമ്പോൾ തങ്ങളോട് നമ്മൾ വെച്ച ഡിമാൻഡ് അതാണ്, 2 മണി മുതൽ 5 മണി വരെ നമ്മളെ പ്രോഗ്രാം തങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ പ്രോഗ്രാം? കാസർഗോഡ് ജില്ലയിൽ ഒരു നീറ്റ് കോച്ചിങ് സെന്റർ ഇല്ല, ഒരു റെസിഡൻഷ്യൽ സ്ഥാപനമില്ല. പെൺകുട്ടികൾക്ക് SSLC കഴിഞ്ഞാൽ പിന്നെ എന്ത്? SSLC കഴിഞ്ഞ പെൺകുട്ടികളെ നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ലിബറൽ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർത്താൽ +2 പോലും പാസ്സാവാതെ പഠിക്കുന്ന കുട്ടികൾ ഫൈൽഡ് ആയി വരാൻ. പ്രേമവും കഞ്ചാവും ലഹരിയും ലിബറലിസവും ഫെമിനിസം ഒക്കെ തലക്ക് പിടിച്ച് ഫൈൽഡ് ആയി വരാൻ നല്ലൊരു ശതമാനം കുട്ടികൾ. അപ്പൊ പല പാരന്റ്സിന്റെ ആശങ്കയാണ് SSLC കഴിഞ്ഞാല് ഒരു നിന്ന് പഠിക്കണം, താമസിച്ച് പഠിക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാവണം. അങ്ങനെ ഒരുപാട് കാലത്ത് ആലോചനയ്ക്ക് ശേഷം മിൻടച്ചില് പെൺകുട്ടികൾക്ക് SSLC കഴിഞ്ഞ കുട്ടികൾക്ക് +1, +2 അതുപോലെ ഒരു റിപ്പീറ്റഡ് ബാച്ച്, അങ്ങനെ ഒരു 3 വർഷത്തെ കോഴ്സ് നീറ്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ വർഷം മുതൽ തുടങ്ങാൻ. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് 10-30ഓളം അഡ്മിഷനായി. ഇതെവിടെയുണ്ട്? കോട്ടക്കലുണ്ട്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്റെ സുഹൃത്തിൻ്റെതാണ്. മൊയ്ൻ ഹുദവിയുടെ നേതൃത്വത്തിൽ സൈത്തൂൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. കാസർഗോഡ് നിന്നൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് പോവാറുണ്ട് പഠിക്കാൻ. പാലയിലുണ്ട് ബ്രില്യൻസ്, മംഗലാപുരത്തുണ്ട് എക്സ്പേർട്ട്, പിന്നെ എക്സൈലം, അങ്ങനെ ഒരുപാട് കോച്ചിങ് സെന്ററുകളുണ്ട്. പക്ഷെ നമ്മൾക്ക് ധാർമ്മിക അന്തരീക്ഷമുള്ള, ഇസ്ലാമിക അന്തരീക്ഷമുള്ള സ്ഥാപനം വേണം. അതാണ് നമ്മൾ നോക്കിയത്. ഇതൊക്കെ പാലയിൽ പോയാലും അവിടെ പോയാലൊക്കെ നീറ്റ് കിട്ടും. പക്ഷേ നിസ്കരിക്കാൻ കഴിയണം, തലയിൽ തട്ടമിടുന്നവരാകണം, ഡോക്ടറായി പുറത്തിറങ്ങുമ്പോൾ ദീനീ ബോധമുള്ളവരാകണം. ഈ ഒരു ബോധവും സുന്നത്ത് ജമാഅത്തിന്റെ ചിന്തയുള്ള നല്ല ദീനി ബോധമുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥാപനം തുടങ്ങണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ മിനിഞ്ഞാന്ന് വിൻടച്ചിൽ വെച്ച് ശിലാസ്ഥാപനം നടത്തിയത്. കുട്ടികളോടൊക്കെ പറയാൻ, നിങ്ങളൊക്കെ നല്ല കഴിവുള്ള നിപുണരായ മക്കളുണ്ടെങ്കിൽ പഠിക്കുക. നീറ്റ് ക്രാക്ക് ചെയ്യും. തുടക്കം മുതൽ ഡെയിലി ടെസ്റ്റ് ഉണ്ടാകും, വൈകുന്നേരം ആയാലും ഒരു ടെസ്റ്റ് ഉണ്ടാകും, വീക്കിലി ടെസ്റ്റ് ഉണ്ടാകും, മന്ത്ലി ടെസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ നിരന്തരമായ ടെസ്റ്റുകൾ നൽകി അവരിങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ. 1 വർഷം കഴിയുമ്പോൾ അവർ നീറ്റ് ക്രാക്ക് ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ള മക്കളായിട്ട് അവർ മാറും. അത് കഴിഞ്ഞ് നമുക്ക് JEE കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകൾ. കാരണം ഇന്ന് നല്ല സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടണമെങ്കിൽ ഇതുപോലെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകളിൽ മക്കൾ വിജയിക്കണം. പണ്ടത്തെ പോലെ മാർക്ക് കൊണ്ട് ഇന്ന് ആർക്കും വലിയ വലിയ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടൂല. കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള JEE, നീറ്റ്, CUET പോലെയുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമുകളിൽ കുട്ടികൾക്ക് റാങ്ക് കിട്ടണം. ഇപ്പൊ PhD ചെയ്യണമെങ്കിൽ PG ഉള്ളവർക്ക് PhD ചെയ്യാൻ കഴിയില്ല, നെറ്റ് എക്സാമിൽ വിജയിക്കണം. നെറ്റിൽ JRF കിട്ടിയാൽ സ്കോളർഷിപ്പ് 35,000, 40,000, 50,000 രൂപയൊക്കെ ഗവൺമെന്റ് ഇങ്ങോട്ട് തന്നിട്ട് PhD ചെയ്യാൻ പറയും. നെറ്റ് കിട്ടിയാലേ മിനിമം ഗൈഡുകൾ കിട്ടുള്ളൂ ഡോക്ടറേറ്റ് ചെയ്യാൻ. അതല്ലാതെ PGയിലെ മാർക്ക് കൊണ്ടൊന്നും ഒരാൾക്ക് PhD ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു ക്യാപ്സൂളായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ദീനിന്റെ നിലനിൽപ്പ് വിദ്യാഭ്യാസത്തിലാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഈ ഇസ്ലാം നിലനിൽക്കണമെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഇൽമു ഉണ്ടാവണം. മനസ്സിലായോ?
ഈ ലോകം, ഈ ഇസ്ലാമിക ലോകം അന്തസ്സോടെ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് ഇൽമുണ്ടാകണം. ഞാൻ പറയുന്നതല്ല, നബിത്തങ്ങൾ പറഞ്ഞതാ. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഈ ഇൽമു സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോ ഇസ്ലാം അങ്ങോട്ട് തകർന്നു പോകും. അപ്പൊ ഇസ്ലാം നിലനിർത്തേണ്ട ബാധ്യത നമ്മൾക്കില്ലേ? സാമ്പത്തികമായി അള്ളാഹു അഭിവൃദ്ധി നൽകിയ ഉമറാക്കൾക്കില്ലേ? അവർ സാമ്പത്തികമായി സ്പെൻഡ് ചെയ്യണം. കഴിവുള്ള ആളുകൾ അതിനെ ഏറ്റെടുക്കണം. മക്കളെ പഠിക്കണം, പാരന്റ്സ് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇസ്ലാമ തകർന്ന നമ്മളെല്ലാവരും ഒരുപോലെ ഉത്തരവാദിയാണ്. പാരന്റ്സ് ഉത്തരവാദിയാണ്, മുതലാളിമാർ ഉത്തരവാദിയാണ്, പണ്ഡിതന്മാർ ഉത്തരവാദിയാണ്, ഉമറാക്കൾ ഉത്തരവാദിയാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഈ ദീൻ നിലനിൽക്കണമെങ്കിൽ ഇൽമുണ്ടാവണം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനല്ല എന്നുള്ള ഒരു രഹസ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി നമ്മൾക്ക് പരിപാടി അവസാനിപ്പിക്കാം. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാനല്ല. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഇബാദത്ത് ചെയ്യാനാണെന്ന്. ആദം നബിക്ക് മുമ്പും ഇവിടെ ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. ആദം നബി മനുഷ്യവർഗത്തിലെ ആദ്യത്തെ മനുഷ്യനാണ്. പക്ഷെ ആദം നബിക്ക് മുമ്പും ഈ ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. ലോകം തുടങ്ങുന്നത് ആദം നബിയിലൂടെ അല്ല. ചർച്ചകളാണ്, പണ്ഡിതന്മാരുടെ ചർച്ചയാണ്. ആദം നബി അലൈഹിസ്സലാമിന് മുമ്പ് ഇവിടെ വലിയൊരു വിഭാഗം, മനുഷ്യരെ പോലെയുള്ള ഒരു വിഭാഗം ആളുകൾ ജീവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഒരു പരിപൂർണമായൊരു മനുഷ്യൻ, ബുദ്ധിയും ചിന്താശേഷിയുള്ള ഒരു പരിപൂർണമായ ആദ്യത്തെ മനുഷ്യൻ ആദം നബിയാണ്. മഹാന്മാരായ മലക്കുകൾ ചോദിക്കുന്നില്ലേ അള്ളാഹുവിനോട്, എന്തിനാണ് രക്തം ചിന്തുന്ന, ഫിത്നയുണ്ടാക്കുന്ന ഈ മനുഷ്യന്മാരെ നീ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കുന്നില്ലേ? മലക്കുകളോട് ആരാ പറഞ്ഞു കൊടുത്തത് മനുഷ്യന്മാര് രക്തം ചിന്തുന്നു, മനുഷ്യന്മാര് ഫിത്ന ഉണ്ടാക്കുന്നു? ആരാ പറഞ്ഞു കൊടുത്തത്? ആരും പറഞ്ഞു കൊടുത്തല്ല. അവർക്ക് മുമ്പ്, ആദം നബിക്ക് മുമ്പുള്ള എക്സ്പീരിയൻസ് വെച്ച് അവർ പറഞ്ഞതാണ്. മലക്കുകൾ ഇൽമുള്ളവരല്ല. ഇൽമുള്ളവരാണെങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ ഇതുപോലെ ഒരു സദസ്സിലേക്ക് അള്ളാഹു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളൊക്കെ മലക്കുകളാണ് സങ്കല്പിക്കുക. അള്ളാഹു ഇതുപോലെയുള്ള ഒരു സദസ്സിലേക്ക് ആദം നബിയെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ആദം നബിയുടെ മുമ്പിൽ വെച്ച് മലക്കുകളോട് ചോദിക്കുന്നുണ്ട്, ഈ കാണുന്ന വസ്തുക്കളെ കുറിച്ച് നിങ്ങൾക്കറിയോ? ഇതിന്റെ പേരറിയോ? ഇതെന്താണെന്ന് വിശദീകരിക്കാൻ കഴിയുമോ എന്ന് ഓരോ കാര്യങ്ങളും കാണിച്ച് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മലക്കുകൾ പറഞ്ഞു, പഠിച്ചോനെ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് വലിയ വിവരമൊന്നുമില്ല എന്ന് അള്ളാഹിനോട് പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു തആല ആദം നബിയോട് പറയുന്നത്, യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം. ആദം നബിയെ, മലക്കുകൾക്ക് അറിവില്ല, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കി. ആദം നബി ഓരോന്നോരോന്ന് എണ്ണി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇത് ബോക്സ് ആണ്, ഇത് ലൈറ്റ് ആണ്, ഇത് മൈക്കാണ്, ഇത് പീഡിയമാണ്, അതുപോലെ ഇത് ചെടിയാണെന്ന് ഇങ്ങനെ ഓരോന്നോരോന്ന് വിശദമായി പറഞ്ഞു കൊടുത്തു മഹാനായ ആദം നബി അലൈഹിസ്സലാം. അപ്പോഴാണ് അല്ലാഹു തആല മലക്കുകളോട് പറയുന്നത് ആദം നബിയുടെ കാലിൽ വന്ന് സുജൂദ് ചെയ്യാൻ. അപ്പൊ ഇൽമില്ലാത്ത മലക്കുകൾ ഇൽമുള്ള ആദം നബിയുടെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്തു, കാൽക്കൽ വീണ് സുജൂദ് ചെയ്തു. മലക്കുകൾക്ക് ഇൽമില്ല. ആദം നബിയുടെ ആകെയുള്ള പ്രത്യേകത ഇൽമുണ്ട് എന്നുള്ളതാണ്. ആദം നബി നിസ്കാരക്കാരനല്ല, തസ്ബീഹ് ചൊല്ലിയ ആളല്ല, ഖുർആൻ ഓതിയ ആളല്ല, ദിക്ർ ചൊല്ലിയ ആളല്ല. സൃഷ്ടിച്ചിട്ട് അല്ലാഹു ആദ്യമായി കൊണ്ടുവന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ നിർത്തിയിട്ട് ആകെയുള്ളത് ഇൽമ. ഇൽമുള്ള മനുഷ്യന്റെ മുമ്പിൽ ഇൽമില്ലാത്ത വലിയ ആബിദീങ്ങളായ, നിസ്കാരക്കാരായ, തസ്ബീഹ് ചൊല്ലുന്ന, ഖുർആൻ ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിനെ പുകഴ്ത്തുന്ന മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. ആര് പറഞ്ഞു? അല്ലാഹ് പറഞ്ഞു. അപ്പൊ ഇൽമില്ലാന്ന് മനസ്സിലായില്ലേ? ആ ഇൽമില്ലാത്ത മലക്കുകള് മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താ? എന്തിനാണ് പഠിച്ചോനെ ഈ ഫിത്നക്കാരെ, രക്തം ചിന്തുന്ന, കൊലപാതകം നടത്തുന്ന ഈ മനുഷ്യന്മാരെ എന്തിനാ സൃഷ്ടിക്കുന്നത്? അതിന്റെ അർത്ഥം എന്താ? ആദം നബിക്ക് മുമ്പും ഒരുപാട് വർഗങ്ങൾ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ കയ്യിൽ ചില ഫോസിലുകളുണ്ട്. ആ ഫോസിലുകളുടെ പഴക്കം 1,00,000-ന്റെയും 2,00,000-ന്റെയും വർഷം പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട്. എന്നാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം ഒരു പരിധി വരെ പരിഗണിച്ച് നമ്മൾക്ക് കൂട്ടി നോക്കിയാൽ മാക്സിമം പോയാൽ ഒരു 25 മുതൽ 50,000 വർഷത്തെ പഴക്കേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? നബിതങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ 1500 വർഷമായിട്ടുള്ളൂ. എന്നാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം എടുത്തു നോക്കിയാൽ മാക്സിമം പോയാൽ ഒരു 25 മുതൽ 50,000 വർഷത്തെ പഴക്കമുള്ളൂ. എന്നാൽ ഇന്ന് സയൻസിന്റെ കയ്യിലുള്ള ഫോസിലുകൾക്ക് 1,00,000 വർഷത്തിന്റെ പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട്. 2 വർഷം പഴക്കമുള്ള ഫോസിലുകൾ സയൻസിന്റെ കയ്യിലുണ്ട്, ശാസ്ത്രത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആദം നബിക്ക് മുമ്പും ഇവിടെ പല വർഗങ്ങൾ ജീവിച്ചിരുന്നു എന്നതിന്റെ സൂചനയാണത്. ഈ ആയത്ത് പറഞ്ഞിരുന്നതും മലക്കുകൾ അങ്ങനെ പറഞ്ഞതും ഈ ഫിത്നയുണ്ടാക്കുന്നവരെ എന്തിനാ സൃഷ്ടിക്കുന്നത് എന്ന സൂചന നൽകുന്നതും ഈ ഫോസിലുകളുടെ അടിസ്ഥാനത്തിൽ ആദം നബിയുടെ മുമ്പിൽ ഇവിടെ ഒരു ജീവൻ ഉണ്ടായോ എന്ന് ഗവേഷണം നടത്താനുള്ളൊരു വാതിലാണ്. ഖുർആൻ ഇറങ്ങിയത് ഓതാനല്ല, ഖുർആൻ ഇറങ്ങിയത് ചിന്തിക്കാനാണ്. നമ്മൾ ഖുർആൻ ഓതാൻ ഉപയോഗിക്കുക, പക്ഷെ ഖുർആൻ ഇറങ്ങിയത് ചിന്തിക്കാനാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
ഒട്ടകത്തെ വർഷങ്ങളായി കാണുന്ന അറബികളോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ എന്തിനാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒട്ടകത്തിലാണ് അവർ ജീവിച്ചത്, ഒട്ടകത്തിലൂടെയാണ് അവർ വളർന്നത്. ഒട്ടകത്തിന്റെ പാലും മാംസവും കഴിച്ച് വളർന്ന അറബികളോട് ഖുർആൻ ചോദിക്കാൻ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഈ ഒട്ടകത്തെ ഞാൻ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്ക്, യാത്ര ചെയ്താൽ പോരാ, ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അടുത്ത ചോദ്യം, ഈ 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ സ്റ്റേജ് ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇതിന്റെ റൂഫ് നിലനിൽക്കണമെങ്കിൽ 4 പില്ലറുകളുണ്ട്. എന്നാൽ സമാന്തരമായി അറ്റമില്ലാതെ നീണ്ടുകിടക്കുന്ന ആകാശങ്ങള് ഒരു പില്ലർ പോലും ഇല്ലാതെ ഇതെങ്ങനെ ഉയർന്നു നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് പറ്റുമോ? ഈ 4 പില്ലർ ഇല്ലാതെ ഈ റൂഫ് ഇവിടെ നിലനിർത്തിച്ചാൽ ചോദിച്ചു തരും ഞാൻ നിങ്ങൾക്ക്. ഇത്തിപ്പോന്നൊരു റൂഫ് നിലനിർത്താൻ മനുഷ്യന് കഴിയുന്നില്ല. ശാസ്ത്രം എത്ര സാങ്കേതികമായി വളർന്ന് പന്തലിച്ചാലും ഒരു പില്ലറിന്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു കാറിന്റെ സഹായമില്ലാതെ ഇതിനോട് നിലനിർത്താൻ കഴിയില്ല. എന്നാൽ ലോകത്തിന്റെ അറ്റമേതാണെന്നറിയാതെ നീണ്ടു കിടക്കുന്ന ഈ ലോകത്ത് ആകാശം ഒരു പില്ലർ പോലും ഇല്ലാതെ ഉയർന്നു കിടക്കുന്നുണ്ട്. ചിന്തിക്കണം, എങ്ങനെ ആകാശം ഉയർന്നു നിൽക്കുന്നു. ഈ ഭൂമി പരന്നതാണ്, അണ്ഡാകൃതിയാണ്. പക്ഷേ നമ്മൾക്ക് അണ്ഡാകൃതി പോലെ തോന്നുന്നില്ല. ഭൂമി അണ്ഡാകൃതിയാ, ഉരുണ്ടതാണ്. പക്ഷെ ഭൂമി പരന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. ഭൂമിയുടെ ഒരു രഹസ്യമുണ്ട്. ഈ ഭൂമിയുടെ മെഷർമെന്റിൽ നിന്ന് ഒരല്പം കൂടുക. ഭൂമിക്ക് ഒരു കണക്കുണ്ടാവില്ലേ? ഇപ്പോ ചെർക്കട എന്ന് പറയുന്ന 10 ഏക്കറ, ആ 10 ഏക്കർ ഉദാഹരണം. അതേപോലെ ഭൂമി ഒരു 10,000 ഏക്കറാണെന്ന് സങ്കല്പിക്കുക. ആ 10,000 ഏക്കറിൽ നിന്ന് 11,000 ഏക്കറായാൽ, അല്ലെങ്കിൽ 10,000 ഏക്കറിൽ നിന്ന് 9,000 ഏക്കറായാൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. കാലിങ്ങട്ട് പൊന്തുമ്പോ ഉടനെ കാലിനെ വലിച്ചെടുക്കും, ഗ്രാവിറ്റി കൂടും. ഇപ്പോഴുള്ള ഭൂമിയുടെ മെഷർമെന്റ് ഒരൽപ്പമെങ്കിലും കുറഞ്ഞു പോയാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൂടി ഒരു മനുഷ്യന് കാല് പൊക്കാൻ പറ്റാത്ത രീതിയിൽ പൊക്കുമ്പോഴേക്കും കാലം കണ്ട് വലിച്ചിടും. ഇനി കുറച്ച് വിശാലമായാലോ, 10,000 ഉള്ളത് 11,000 ആയാലോ, അല്ലെങ്കിൽ സ്പൈസിൽ പോയാൽ, ഒരു മനുഷ്യന് സ്പൈസിൽ പോയാൽ, സ്പേസിലൊക്കെ പോകുന്നില്ലേ, അവിടെ മനുഷ്യന് കാല് കുത്താൻ പറ്റൂല. അവനിങ്ങനെ അയറിൽ ഇങ്ങനെ പാറി കളിക്കും. ഭക്ഷണമൊക്കെ ഇങ്ങനെ ആകാശത്തുണ്ട്, അതിനിങ്ങനെ പോയിട്ട് ഇങ്ങനെ വായിലൊക്കെ ഇടണം. എന്ത് സാധനം നിലത്തോട്ട് വരും, എല്ലാം മുകളിലോട്ട് പോകും. അങ്ങനെയായിരിക്കും ഭൂമിന്റെ അവസ്ഥ. അപ്പൊ ആരാണ് ഇതിനെ കൃത്യമായൊരു മെഷർമെന്റ് വെച്ച് ഇതിന് കൃത്യമായൊരു മെഷർമെന്റ് വെച്ച് ഓവർ ഗുരുത്വാകർഷണ ബലമില്ലാതെ, എന്നാൽ സ്പൈസിൽ പോകുന്നത് പോലെ ഗുരുത്വാകർഷണ ബലം മുഴുവനും നഷ്ടപ്പെട്ടിട്ടില്ലാതെ ആരാണ് ഇതിനെ സംവിധാനിച്ചത്? ചിന്തിക്കണം. ഈ ഭൂമിയുടെ ആണിയായി പർവ്വതങ്ങളെ അല്ലാഹു നാട്ടിയില്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഭൂമിയുടെ ആണിയാണ് പർവ്വതമെന്ന്? ആ ആണി ഇളകിയാൽ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകും, പ്രളയങ്ങൾ ഉണ്ടാകും. ഇന്ന് ശാസ്ത്രം പറയുന്നു, കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നു, നിരന്തരമായ കോറി മുതലാളിമാരുടെ അത്യാർത്തി കാരണത്താലാണ് വയനാട് പോലെയുള്ള പല സ്ഥലങ്ങളിലും നിരന്തരമായ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത് എന്നും ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അള്ളാഹു ആണിയായി നിർണയിച്ച പർവ്വതങ്ങളെ JCB ഉപയോഗിച്ച് നമ്മൾ തുരത്തുന്നത് കൊണ്ടാണ്. JCB മുഹമ്മദ് ബേജാറാക്കണ്ട. പോയാ അവിടെ ഉണ്ടായിരുന്നു, ബാക്കിൽ പോയാ, ബേജാറാക്കണ്ട. അപ്പൊ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ പർവ്വതത്തെ ആണിയാക്കി നിലനിർത്തി. വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താൻ. ഇതൊക്കെ അല്ലാഹു പറഞ്ഞത്, ഖുർആൻ അല്ലാഹു ഇറക്കിയത് ചിന്തിക്കാൻ തന്നെ നമ്മുടെ മക്കൾ പഠിക്കണം, ഗവേഷണം നടത്തണം. മക്കളെ ഈ ആവശ്യമില്ലാത്ത എന്റർടൈൻമെന്റിൽ നിന്നും ആവശ്യമില്ലാത്ത നേരം പോക്കിൽ നിന്നൊക്കെ ഒഴിവാക്കി മൊബൈൽ ഫോണ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, കളികൾ, ഇത് മാത്രമായി ഒതുങ്ങുന്നവരൊക്കെ ഒന്ന് പിടിച്ചൊരു മോട്ടിവേറ്റ് ചെയ്തവരെ പഠിപ്പിക്കും. നല്ല സ്ഥാപനങ്ങളിൽ ചേർത്താൽ കൂടെയുള്ളവർ ഉഷാറാകുമ്പോൾ മക്കൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉഷാറാവും. കൂടെയുള്ളവർ കഞ്ചാവ് അടിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾ കഞ്ചാവ് അടിക്കും. കൂടെയുള്ളവർ പ്രണയിക്കുന്നവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മക്കൾ പ്രണയിക്കും. എന്നാൽ കൂടെയുള്ളവർ നല്ല ബുദ്ധിജീവികളായി പഠനവും സയൻസും നീറ്റും ഒക്കെ ആഗ്രഹിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏത് തോന്നിവാസം ചെയ്യുന്ന കുട്ടിക്കും എനിക്കും പഠിക്കണം, എനിക്കും വളരണം, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നുള്ള ആ മനോഹരമായ ആപ്തവാക്യം മനസ്സിലുറപ്പിച്ചുകൊണ്ട് നമ്മുടെ മക്കൾ എവിടെ പഠിക്കണം, ഏത് സ്ഥാപനത്തിൽ പഠിക്കണം, അവരുടെ ധാർമ്മിക അന്തരീക്ഷം എന്താവണം എന്നെല്ലാം നമ്മൾ സ്വയം ഒരു തീരുമാനമെടുത്ത് വളരണം. നല്ല വിളയലോടുകൂടി വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. നമ്മളൊക്കെ വളർന്നു, അങ്ങനെ വളരരുത്. നല്ല വിളയലുള്ള വളരാവണം. വായിച്ചു വളർന്നാൽ
നല്ല പ്രൊഡക്റ്റീവായിട്ട് വളരും. അങ്ങനെ ഇൻഷാ അല്ലാഹ് ഉമ്മമാർ ഉപ്പമാർ ഇതൊക്കെ മാറ്റിവെച്ചിട്ട് പുസ്തകങ്ങളിലേക്ക് മാറിയാലേ നമ്മുടെ മക്കൾ മാറുള്ളൂ. നിങ്ങൾ 1 മണിക്കൂർ നേരം ഫോൺ നോക്കിയാൽ മക്കൾ 2 മണിക്കൂർ നേരം ഫോൺ നോക്കും. ഉസ്താദ് നിന്ന് പാത്തിയാൽ കുട്ടികൾ നടന്ന് പാത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാത്തെന്ന് പറഞ്ഞറിയില്ലേ? മലപ്പുറം ഭാഷ. ഉസ്താദ് നിന്നിട്ട് മൂത്രമൊഴിച്ചാൽ കുട്ടികൾ നടന്ന് ഓടി ഇങ്ങനെ മൂത്രമൊഴിക്കും. അതേപോലെ നമ്മൾ 1 മണിക്കൂർ നോക്കിയാൽ നമ്മുടെ മക്കൾ 2 മണിക്കൂർ നോക്കും. നമ്മൾ പുസ്തകത്തിലേക്ക് മാറിയാൽ മക്കളും പുസ്തകത്തിലേക്ക് മാറും. അപ്പോഴാണ് ഒരു ഇന്റലക്ച്വലായ ബുദ്ധിജീവികളായ ഒരു നാടായി നമ്മുടെ നാട് മാറുക. എല്ലാവർക്കും മാതൃകയോഗ്യമായ ഒരു നാടായി നമ്മുടെ നാട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ദുആയിലേക്ക് കടക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.